13-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين. ആഖിറത്തിലെത്തിയാൽ മനുഷ്യർ 3 രീതിയിലാവും. ഒന്ന് അസ്സാബിഖൂന, സാബിഖൂനാണ്. രണ്ടാമത്തേത് അസ്ഹാബുൽ യമീനാണ്. മൂന്നാമത്തേത് അസ്ഹാബുൽ ഷിമാലാണ്. അതിനെപ്പറ്റി അല്ലാഹു വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ, മുൻകടന്നവർ തന്നെയാണ് സാബിഖീങ്ങൾ. ഉലൈക്കൽ മുഖറബൂൻ, അവര് അല്ലാഹുമായി ഏറ്റവും അടുത്തവരാണ്, മുഖറബീങ്ങളാണ്, സാമീപ്യം സിദ്ധിച്ചവരാണ്. ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗങ്ങളിലായിരിക്കും അവരുണ്ടാവുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ നിന്ന് കുറെ ആളുകൾ. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് കുറച്ചാൾക്കാരും. മുൻഗാമികൾ ആരാണ്, പിൻഗാമികൾ ആരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഹദരത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് നബിതങ്ങൾ സഹാസം തങ്ങൾ വരെയുള്ള ആൾക്കാരാണ് ആര്, മുൻഗാമികൾ എന്നൊരഭിപ്രായം. പിന്നെ ഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ സഹാസം തങ്ങളുടെ ഉമ്മത്തികളാണ്. മറ്റൊരഭിപ്രായം നബിതങ്ങൾ സഹാസം തങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങൾ, ഖൈറുൽ ഖുറൂന്റെ കാലഘട്ടമാണ് എന്ത്, സുല്ലത്തും മിനൽ അവ്വലീൻ പറഞ്ഞത്. ഖലീലും മിനൽ ആഖിരീൻ പറഞ്ഞത് പിന്നീടുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അവർക്കുള്ള സ്വർഗം, അതിന്റെ സ്വർഗത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് അള്ളാഹു പറയാൻ. സാബിഖീങ്ങൾ, ഏറ്റവും ഉയർന്ന ആളുകൾക്കുള്ള സ്വർഗത്തിന്റെ അവസ്ഥകളാണ്. അവർ അലാ സുറുറിൻ മൗദൂന, അലാ സുറുറിൻ മൗദൂന. സുറുർ എന്ന് പറഞ്ഞാൽ കട്ടിൽ, ശരീറിന്റെ ബഹുവചനാണെന്ത്, സുറുർ. ശരീർ എന്ന് പറഞ്ഞാൽ കട്ടിലാണ്. സുറുർ, കട്ടിലുകളിൽ മേലായിരിക്കും അവർ. മൗദൂന എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് മെടയപ്പെട്ട കട്ടിലുകൾ. സ്വർണത്തിന്റെ നൂലുകളെ കൊണ്ട് മെടയപ്പെട്ട കട്ടിലുകൾ. മനസ്സിലായില്ലേ? ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തം, ബൈഹഖി വഗൈറ ഇവരെല്ലാത്തവരൊക്കെ നഖൽ ചെയ്തിട്ടുണ്ട്. കേओ കപ്പടാ ജിസ് पर सोना के तारों से काम बनाया गया हो, സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്യപ്പെട്ട ഒരുതരം വസ്ത്രങ്ങൾ വെച്ച കട്ടിലുകളാണ്, മെടയപ്പെട്ട കട്ടിലുകളാണ്. പിന്നെ ഒരുപാട് ഇമാമുമാരുടെ അതിന്റെ കൂട്ടത്തിൽ രത്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല തഫ്സീറുകളുണ്ട്. എന്തായാലും കട്ടിലുകളുടെ മേലാണ് ഉണ്ടാവുക. മൗദൂനത്ത് എന്ന് പറഞ്ഞാൽ മെടഞ്ഞുണ്ടാക്കപ്പെട്ട, സ്വർണ്ണ നൂലുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും. കട്ടിൽ എന്ന് പറഞ്ഞാൽ, കട്ടിൽ പറഞ്ഞാൽ നമുക്കറിയാം 4 കാലുള്ള
പഴയ കാലത്തെ കട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? 2 പാലിയും 4 കാലുമാണ് എന്തുണ്ടായാല് പഴയ കാലത്തെ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇപ്പം കട്ടിലുകൾ എന്തായിന് എന്തൊക്കെയോ ഐറ്റംസ് ചില ഷോറൂമിലൊക്കെ പോയൊക്കെ അങ്ങനത്തെ ഭയങ്കര സെറ്റപ്പ്, അത് ഇത് ബട്ടൺ അമർത്തിയാൽ ഇങ്ങനെ പൊന്തുന്നത്, ICUന്റെ ഉള്ളിലുള്ള കട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ശരിയാണേ ശരിയാ, പൊന്തണേ പൊന്ത, ദുനിയാവിലായി. ഇനി ബാക്കിയില്ലേ പഴയ കാലത്ത് മെടഞ്ഞിട്ടുള്ള കട്ടിലുണ്ടായില്ലേ അല്ലേ? ചൂരലുകൊണ്ടുണ്ട്, ചൂടിയോണ്ടുണ്ടാവും. പിന്നെ ഒരു സൈസ് വയറുണ്ടല്ലോ കസേരൊക്കെ മുടിനെ, അതുകൊണ്ടൊക്കെ മുടിഞ്ഞ്. ഇപ്പോഴും UP ഭാഗത്തൊക്കെ എന്തുണ്ട്, ഈ മടഞ്ഞ ഈ കട്ടിലുണ്ട് ചൂടിന്റെ. അവിടെ പുറത്തിങ്ങനെ ഇട്ടുണ്ടാവും, ഒരു കാറ്റിൽ കൊള്ളാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കണ്ടാവും. നല്ല സുഖം ഉണ്ടാവും കിടക്കാൻ, കുഞ്ഞിങ്ങനെ ഉണ്ടാവും. ഇവിടെ സ്വർഗത്തിലെ കട്ടിലുകളാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്, ദുനിയാവിന്റെ വസ്തുക്കൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. സ്വർഗത്തിലത്തും ഇവിടുത്തും ഒരിക്കലും എന്തല്ല നമ്മൾ വിചാരിക്കത്തപ്പോൾ വലിയൊരു കട്ടില് സ്വർണത്തിന്റെ മണിഞ്ഞിട്ട് എന്നൊക്കെ തോന്നുന്നു നമുക്ക്. പക്ഷേ ഒരിക്കലും അങ്ങനല്ല. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അല്ലാണ്ട് സ്വർഗത്തിലത്തും ഇവിടുത്തും ഒരിക്കലും എന്തല്ല സമല്ല, ഒരിക്കലും സമല്ല. ചില സംഗതികളുണ്ട് ഇവിടുത്തെ ഇന്ത്യത്തും സൗദി അറേബ്യത്തും തന്നെ വ്യത്യാസമുണ്ട്. ചില സാധനങ്ങൾ സൗദി അറേബ്യത്ത് ഇവിടുത്തെ സാധനങ്ങളായിട്ട് എന്തുണ്ടാവും, ഉണ്ടാവില്ല. പെപ്സി ഒക്കെ കുടിക്കുന്ന ആൾക്കാർക്കറിയാം എന്തെങ്കിലും ഉണ്ടാകും. ഇവിടുത്തെ പെപ്സി അവിടുത്തെ പെപ്സി ആയിട്ട് എന്തുണ്ടാവും, പെപ്സി കുടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് ഒക്കെ ഒരേ കമ്പനീൻ്റെ ആണ്, ഒരേ സാധനത്തിൻ്റെ ആണ്. പക്ഷെ നാട് മാറുന്നതിനനുസരിച്ച് എന്തുണ്ട്, ചില നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കിട്ടും, അത് തിരൂര് കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ തിരൂരും അവിടുത്തെ പോയിട്ട് എന്തുണ്ടാവും, ചിലപ്പോൾ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഒരേ കമ്പനീൻ്റെ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ചൈനയിൽ നിന്നൊക്കെ ഇറക്കുന്ന സാധനങ്ങൾ ഇന്ത്യക്കാർക്ക് ഒരു ഐറ്റംസും സൗദിക്കാർക്ക് ആണോ അല്ലേ, അവർക്കൊക്കെ വേറെ ഐറ്റംസ് ആണ് ഇറക്കുക. ഇതേപോലെ അപ്പൊ നമുക്ക് തന്നെ ഇവിടുത്തെ ക്വാളിറ്റി വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഏലക്കായി നമ്മളിവിടെ വീടെ പോയി വാങ്ങിയാൽ എന്തുണ്ടായാല് ഒരു സൈസ് ചുളുങ്ങിയ ഒരു സൈസാ ഉണ്ടായാല്. ഇന്ത്യൻ ഏലക്കായി എന്ന് പറഞ്ഞിട്ട് എവിടെ ഉണ്ട്, സൗദിയിലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇവിടുന്നാട് പോണാണ്, നമ്മളും കൂടി കാണില്ല. ഇതേപോലെ സ്വർഗത്തിലെല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പൊ അലാ സുറുരിൻ മൗദൂന എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്ന ഒരാൾ ആലോചിച്ചാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതാ അപ്പൊ വലിയ സ്വർഗത്തിൽ കാര്യമായിട്ട്. കാരണം നമ്മൾ കണ്ട കട്ടിലും ഇതാണ്, നമ്മൾ കണ്ട സ്വർണ്ണവും ഇതാണ്. സ്വർണത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് വേഗം പൊട്ടിപ്പോണ സാധനമാണ് എന്ത് പോയി, സ്വർണത്തിനോട് സൂചി ഉണ്ടാക്കാൻ പറ്റില്ല, തുന്നാൻ കഴിയില്ല. പിന്നെ സ്വർണം കട്ടിണ്ടായാലും ഉറപ്പുണ്ടായാലും എപ്പോഴാണ് എന്തുണ്ടായ, ചെമ്പിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ്. മറ്റേ തങ്കൈ കവിയാൻ പൊട്ടിപ്പോവും. അപ്പം അതിന്റെ നൂലോണ്ട് ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവുക, അപ്പൊ അത് സ്വർഗാണ്, സ്വർഗത്തിന്റെ അവസ്ഥയാണ്. അത് ഉണ്ടാക്കുന്ന ആള് വേറെയാണ്. അപ്പം സ്വർഗത്തിൽ കട്ടിലുകൾ ഉണ്ടാവും. അലാ സുറുരിൻ മൗദൂന, നല്ല മെടഞ്ഞ് ഉണ്ടാക്കപ്പെട്ട, അത്ര അലങ്കാരം ഉണ്ടാവും, അത്ര ഹരണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. ഇവിടെ നമ്മളെ പള്ളികളിലൊക്കെ കാർപ്പറ്റ് ഇരിക്കലുണ്ട്, ഉണ്ടല്ലേ? നമ്മളെ പള്ളിയിൽ കാർപ്പറ്റ് കുറച്ചു കാലം കഴിഞ്ഞ് നമ്മളെ കാർപ്പറ്റിനുള്ളിൽ ഫുള്ള് പൊടിയേക്കും. ഫുള്ള് പൊടിയും നനവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ കാർപ്പറ്റും സെറ്റപ്പൊക്കെ ഉണ്ടാക്കണൊക്കെ സൗദിയിലത്തൊക്കെ കണ്ടിട്ടാണ്. അവിടുത്തെ സിസ്റ്റം ആണ്. അവിടെ ആളുകൾ വെള്ളം ഉപയോഗിക്കൽ എന്താണ് കുറവാണ്. പിന്നെ ഫുൾ ടൈം എന്താണ് AC ആണ്. നമ്മളവിടെ വെയില് പിന്നെ കറണ്ടിന്റെ ബില്ല് ആലോചിച്ചിട്ട് എന്താക്കും, എല്ലാ ജനലും തുറന്നിടും. അപ്പൊ എല്ലാ പൊടിയും അവിടെ എത്തും, കാർപ്പറ്റിലെത്തും. ഓരോ അതിന്റെ ക്ലീനിങ്, അതിന്റെ അവസ്ഥകൾ, അതിന്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യും. ഇങ്ങനെ ഓരോ ഇത് നമ്മളെ നാട്ടിൽ സമ്പത്തിന് അവസ്ഥക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ എന്തായിരിക്കും മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനും കൂടി പറ്റില്ല. അങ്ങനത്തെ അലങ്കൃതമാക്കപ്പെട്ട നല്ല കട്ടിലുകൾ, സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയപ്പെട്ട കട്ടിലായിരിക്കും ആരുണ്ടായ, സാബിഖൂന സാബിഖൂൻ, ഹൈ ഗ്രേഡുള്ള ആൾക്കാർ ഓരവിടെ ഉണ്ടാവും. പിന്നെ അലാ സുറുരിൻ മൗദൂന, പിന്നെ മുത്തഖീന അലൈഹ
മുത്തഖാബിലീൻ. ഇതന്നെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ മനസ്സിലാവും. മുത്തഖീന അലൈഹ, നമ്മൾ കട്ടില് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കല്? കിടക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞ മുത്തഖീന, അതിന്റെ മേലെ ഒരു ചാരിയിരിക്കും. അലൈഹ മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, പരസ്പരം അഭിമുഖമായി ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ഇരിക്കുക. ഇരുത്തത്തിന്റെ രീതി പറയാം. ഇപ്പൊ ഹോട്ടലിലൊക്കെ കയറിയാലും സാധാരണ എന്താ ഉണ്ടാവുക, സംസാരിക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കല്? രണ്ടാളും ഒരേ സൈഡിൽ ഇരുന്നാൽ ഒരു എന്തുണ്ടാവില്ല, ആ വർത്താനത്തിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടേബിള്, അപ്പുറത്തെ ഒരു സ്റ്റൂൾ, ഇപ്പുറത്തെ ഒരു സ്റ്റൂൾ, അല്ലെങ്കിൽ അവിടെ ഒരു ചെയർ, ഇവിടെ ഒരു ചെയർ, സിംഗിളായിട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. രണ്ട് അയിമലക്കേക്ക് അധികം ആൾക്കാർ വന്ന് ഇരിക്കല്, ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ. ഇതേപോലെ ചാരി ഇരുന്ന് അവർക്ക് വർത്താനം പറയാൻ പറ്റുന്ന നിലയിൽ മുത്തഖീൻ അലൈഹ മുത്തഖാബിലീൻ, അവരതിൻ്റെ മേൽ ചാരിയിരിക്കും. മുത്തഖാബിലീൻ എന്ന് പറഞ്ഞാൽ അഭിമുഖമായി, മുഖാബില അഭിമുഖമായി. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കണേനാണ് പറയാം. ഇരുത്തത്തിന്റെ പൊസിഷൻ വരെ പറയുന്നുണ്ട് അല്ലാഹു തആല. നമുക്കിവിടെ ചാര് കസാരയും ചാര് കട്ടിലൊക്കെ ഉണ്ട്, അല്ല ഇങ്ങനെ ചാര് കസാരകളൊക്കെ ഉണ്ട്. പഴയ കാലത്തുള്ള കസാര ഉണ്ടായി, ഏത് ഒരു രണ്ട് വടിയൊക്കെ ഇട്ട് സ്റ്റീലൊക്കെ ഉള്ള കസാരല്ലേ, കാലൊക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റിയേക്കാണ്. ഇപ്പൊ അങ്ങനത്തെ വീട്ടിൽ വളരെ കുറവാണ്. എന്താ അതിന്റെ കാരണം അറിയോ? എന്താ, ചിലവർ പൂതിക്കൊക്കെ കൊണ്ടയച്ചിട്ടുണ്ടാവും, പക്ഷെ ഇരിക്കലുണ്ടാവില്ല. കാരണം എന്താ, അതിൽ ഇരുന്നാൽ നീക്കണമെങ്കിൽ വിചാരിച്ച ഇതുമെന്ന് നീക്കണമായി നീക്കാൻ കഴിയില്ല. അതിനിങ്ങനെ പതുക്കൊക്കെ നീച്ചൊക്കെ വരണം. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇരിക്കാനും നേരമില്ല, നീച്ചാനും നേരമില്ല. കാരണം നമുക്ക് നൂറൂട്ടം പണികളാണ്, ഒന്ന് ആസ്വദിച്ച് ഇരിക്കാൻ തന്നെ നേരമില്ല. പഴമക്കാരൊക്കെ അങ്ങനെ വെറ്റിലേന്റെ സാധനമൊക്കെ ഉണ്ടാവുമല്ലോ, ഏത് ആ പെട്ടൊക്കെ വെച്ച്. കാരണം ഓരോ അന്നത്തെ പ്രമാണിമാരും പ്രതാപികളുമാണ് ആര്. അപ്പോൾ അവർക്ക് ഇരിക്കാനൊക്കെ നേരമുണ്ട്. ഇന്നത്തെ ആ ചെറുപ്പക്കാർക്കും ആർക്കും ഇരിക്കാൻ നേരമില്ല. ഇപ്പൊ ചാരി ഇരിക്കണമെങ്കിൽ തന്നെ ഒരു സമാധാനമാണ്, ഓണം കൊണ്ടുപോയി. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, സ്വർഗത്തിൽ ഇങ്ങനെ ചാരി ഇരിക്കും. മുത്തഖാബിലീൻ, പരസ്പരം അഭിമുഖമായി. പിന്നെ യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ. യതൂഫു അലൈഹിം, അവരെ മേൽ ചുറ്റി നടക്കും. തവാഫ്, തവാഫില്ലേ, തവാഫ് പറഞ്ഞ എന്താ, ചുറ്റ. യതൂഫു, താഫ യതൂഫാണ്. യതൂഫു അലൈഹിം, അവരെ മേൽ ചുറ്റി നടക്കും, അവരുടെ അടുത്തുകൂടി ചുറ്റി നടക്കും. വിൽദാനുൻ മുഖല്ലദൂൻ, സ്ഥിരതാമസക്കാരായ കുട്ടികൾ. വിൽദാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, വിൽദാൻ. മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ ഖാലിദ് എന്നർത്ഥത്തിൽ, ഖാലിദീന ഫിയ എന്ന് പറയില്ല നമ്മൾ, അതെ. മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസക്കാരായ കുട്ടികൾ, അവരെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും സേവകരായിട്ട്. സൂറത്ത് ദഹറിൽ നമ്മൾ മുമ്പ് ഇത് പഠിച്ചിട്ടുണ്ട്. യതൂഫു അലൈഹിം വിൽദാനുൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറാ വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽക്കൻ കബീറാ. ഇദാ റഅയ്തഹും ഹസിബ്തഹും, നിങ്ങൾ ആ കുട്ടികളെ കാണുകയാണെങ്കിൽ, ഹസിബ്തഹും, നിങ്ങൾ വിചാരിച്ചു പോകും, ലുഅ്ലുഅൻ മൻസൂറ, വിതറപ്പെട്ട മുത്തുകളാണെന്ന് തോന്നുന്നു. ആരെ കണ്ടാല്? ഈ കുട്ടികളെ കണ്ടാല് വിതറപ്പെട്ട മുത്തുകളാണെന്ന് തോന്നുന്നു. ആര് പറയണേ? അള്ളാഹു പറയണം. അങ്ങനത്തെ കുട്ടികൾ, യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, സ്ഥിരതാമസക്കാരായ കുട്ടികൾ, അവരിങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആയിരക്കണക്കിന് കുട്ടികളുണ്ടാവും. എന്തിന്? ഖിദ്മത്തിന്, സേവനത്തിന്. സേവനം ചെയ്യാനാണ്, അല്ലാണ്ട് നമ്മളെ കുട്ടികളെ മാതിരില്ല. ഓൽക്ക് സേവനം ചെയ്യാനല്ലോ. നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ എന്താ, നമ്മളെ കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ ഓൽക്ക് ചായ കൊടുക്കുക, ഓൽക്ക് ചോറ് കൊടുക്കുക, ഓൽക്ക് ഖിദ്മത്ത് ചെയ്യാനാണ്. ഇതല്ല. ഇതെന്താണ്? സ്വർഗവാസിക്ക് സാബിഖൂൻ ടീമിന് ഖിദ്മത്ത് ചെയ്യാൻ ആയിരക്കണക്കിന് എന്തുണ്ടാവും? കുട്ടികളുണ്ടാവും. മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസക്കാരാണ്. ഇവിടൊക്കെ ഇപ്പോൾ സാധാരണ ചില വീട്ടിൽ സെർവന്റ് ഉണ്ടാവും, പണിക്കാരുണ്ടാവും, പല എല്ലാ പണിയെടുക്കുന്ന ഡ്രൈവർ പോസ്റ്റ് ആയിരിക്കും, പിന്നെ എല്ലാ പണിയെടുക്കുന്നുണ്ടാവും. അങ്ങനൊക്കെ കുറേ ആൾക്കാരല്ല കാര്യസ്ഥൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ചിലപ്പോൾ അവർ പോവും, ചിലപ്പോൾ ഒരു പോവും, ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, പിന്നെ അങ്ങനെ എന്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു സാധാരണ മോൻ്റെ വണ്ടി മോനെ കൊണ്ടുപോകാനോ ആട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നൊരു പയ്യുണ്ട്. അപ്പോൾ ഞാൻ അയാളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്,
ഓൻ പോയി പറഞ്ഞു. 8-10 കൊല്ലം ഓരോ അവിടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും. പക്ഷെ കുറച്ച് ദിവസം ഓന് പറയാതെ പോയിരുന്നു. 8-10 കൊല്ലം നിന്നിട്ട് പറയാതെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കഥയൊക്കെ എങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പം ഉണ്ടാവില്ല. സെർവൻ്റൊക്കെ ഉണ്ടാവും, ഒരു അത്യാവശ്യത്തിന്റെ ദിവസം അന്നോലും ഉണ്ടാവില്ല. അതുള്ള ആളുകൾക്ക് അറിയാൻ മതി. ഇന്ന് ആരെങ്കിലും 2 ആൾ വരുന്നുണ്ട് പറഞ്ഞാൽ അന്നോലും ഉണ്ടാവില്ല. എന്നാ സ്വർഗത്തിൽ അങ്ങനല്ല, അവര് എപ്പോഴും എന്തുണ്ടാവും, മുഹല്ലദായിരിക്കും, സ്ഥിരതാമസക്കാരായിരിക്കും. അവർക്ക് വേറെ എവിടെയും പോകല്ല, അവർക്ക് വേറെ പണിയില്ല, അവർക്ക് വേറെ എവിടെയും പോകാനുമില്ല, അവർക്ക് വേറെ പണിയില്ല. മുഖല്ലദൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. അവർ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്ഥിരതാമസക്കാരായിരിക്കും. അവർക്ക് വയസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. വയസ്സിന് എന്തുണ്ടാവില്ല? ചിലപ്പോൾ പറയും ചെറിയ കുട്ടിയാവുമ്പോൾ ഇവിടെ വന്നതാണ്, ഇപ്പോൾ ഇതാ എത്ര വലുപ്പമായി, എത്ര വയസ്സായി, അന്ന് വല്യാപ്പുള്ള കാലത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇപ്പം വലിയ വയസ്സായി എന്നൊക്കെ പറയും അല്ലേ. സ്വർഗത്തിലെ ഇവർക്കാണെങ്കിൽ തഗയ്യുറുൽ ഉംർ, വയസ്സിന് എന്തുണ്ടാവില്ല, ഒരു മാറ്റം, എന്നും ആ കുട്ടികളായിട്ട് തന്നെ ഉണ്ടാവും. സ്വർഗത്തിലുള്ള ഈ കുട്ടികളെ പറ്റിയുള്ള റാജിഹായ അഭിപ്രായം, ഹൂറും की तरह ये भी जन्नत ही में पैदा हुए हैं होंगे. സ്വർഗവാസിനികളായ സ്ത്രീകളെ പോലെ ഇവർ എവിടെ ഉണ്ടാക്കിയതാണ്? സ്വർഗത്തിൽ തന്നെ ഉണ്ടാക്കിയ അവിടുത്തെ കുട്ടികളാണ്. ആ കുട്ടികളിങ്ങനെ എന്ത് ചെയ്യും? ചുറ്റി നടക്കും. ഇവരിങ്ങനെ ചാരി ഇരിക്കുന്നുണ്ടാവും. അവർക്കിങ്ങനെ ഖിദ്മത്തിനായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. ഒരു വിരലെന്തു വെച്ചാണ്? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിം മിൻ മഈൻ. അക്വാബ് എന്ന് പറഞ്ഞാൽ കൂബിന്റെ ബഹുവചനാണ്. കൂബ് എന്ന് പറഞ്ഞാൽ കോപ്പ. ബിഅക്വാബിൻ, കോപ്പകൾ. പിന്നെ വഅബാരീഖ, അബാരീഖ് എന്ന് പറഞ്ഞാൽ കൂജകൾ, കൂജകൾ. പിന്നെ വകഅസ്, കഅസ് എന്ന് നമ്മൾ സാധാരണ പറയല് ഗ്ലാസിനാണ് സാധാരണ പറയല്. കഅസാത്ത്, കഅസ് ഗ്ലാസ് എന്നുവെച്ചാൽ വെള്ളം, പാനപാത്രം, വെള്ളം കുടിക്കാനുള്ള പാത്രം, അതുമായിട്ട്. മിൻ മഈൻ, മഈൻ എന്ന് പറഞ്ഞാൽ പിന്നെ നീരുറവ. എന്തിന്റെ? മദ്യത്തിന്റെ, മദ്യത്തിന്റെ നീരുറവ. അതിന്ന് എടുത്തിട്ട് എന്താക്കി വരും ഇവർ ഈ പാത്രങ്ങളിലാക്കി. കോപ്പ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ തലയിലൊരു സങ്കല്പം വന്നിട്ടുണ്ടാവും. കൂജ എന്ന് പറഞ്ഞപ്പോൾ വേറൊരു സങ്കല്പം വന്നിട്ടുണ്ടാവും. ഗ്ലാസ്, കെസ് എന്ന് പറഞ്ഞപ്പോൾ വേറെ സങ്കല്പം വന്നിട്ടുണ്ടാവും. പക്ഷെ ദുനിയാവിൽ തന്നെ ഇത് ഭയങ്കര വ്യത്യസ്തമാണ്. ഉണ്ടല്ലേ? നല്ല അടിച്ചുപൊളി കൂജകളുണ്ട്, അടിച്ചുപൊളി ഫ്ലാസ്കുകളുണ്ട്. അല്ലേ? ഫ്ലാസ്ക് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഇതുണ്ടാവും, വേറെ എന്തെല്ലാം ഐറ്റംസ് ഫ്ലാസ്കുകളുണ്ട്. അതിന്റെ ഷോറൂമിലൊക്കെ പോയാൽ ഗ്ലാസുകൾ ഏതെല്ലാം ഐറ്റംസ് ഉണ്ട്. അപ്പൊ കോപ്പകളും ഗ്ലാസുകളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ചുറ്റിങ്ങനെ നടക്കുന്നുണ്ടാവും, ചുറ്റിങ്ങനെ നടക്കുന്നുണ്ടാവും. ഫ്ലൈറ്റിലൊക്കെ കണ്ടില്ല നിങ്ങൾ? എന്ത് ആ സാധനം ചുറ്റിങ്ങനെ വരുന്നുണ്ടാവും, വെള്ളമോ ചായയോ ഒക്കെ ഇങ്ങനെ തരുന്നുണ്ടാവും. ചില ഫ്ലൈറ്റിൽ എന്തുണ്ടാവും? ഇതും ഉണ്ടാവും. അപ്പൊ നല്ല നീരുറവ ഉള്ള മദ്യത്തിന്റെ നീരുറവയിൽ നിന്ന് നിറച്ച് അങ്ങനത്തെ പാനപാത്രങ്ങളുമായിട്ട് ഇവരിങ്ങനെ ചുറ്റി നടക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. സുദാ എന്ന് പറഞ്ഞാൽ തലവേദന എന്നാണ്. ചെന്നിക്കുത്ത്, തലവേദന, അതിനൊക്കെ സുദാ എന്നാ പറയുന്നത്. ലാ യുസദ്ദഊന അൻഹാ. ഈ മദ്യം കുടിച്ചതിന്റെ പേരിൽ തലവേദന ഉണ്ടാവില്ല. ദുനിയാവിലെ മദ്യം കുടിച്ചാൽ എന്തുണ്ടാവും? എന്തുണ്ടാവും ഭായി? ആർക്കും അറിയില്ല. ദുനിയാവിലെ മദ്യം കുടിച്ചാൽ തലവേദന ഉണ്ടാവും. ഒരു പരിധിയിൽ അപ്പുറത്ത് കുടിച്ചാൽ ഫുള്ള് തലവേദനയ്ക്കും. ഛർദി, തലവേദന, പ്രശ്നം ഒക്കെ ഉണ്ടാവും. ലാ യുസദ്ദഊന അൻഹാ. അവിടെ മദ്യം കുടിച്ചാൽ എന്തുണ്ടാവില്ല?
തലവേദന ഉണ്ടാവില്ല. വലായുൻസിഫൂൻ, മത്തും ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? മത്ത് പറഞ്ഞ മനസ്സിലായില്ലേ? അതിനെന്താ പറയല്? ലഹരി. ലഹരി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നത്തിനായി? പിന്നത്തിനപ്പോ കുടിച്ചിന് ആകെപ്പോ കുടിച്ചിന് എന്തിനാണ്? ലഹരിൻ്റെതാണ്. ലഹരി ഉണ്ടാവില്ല, പിന്നെ തലവേദന ഉണ്ടാവില്ല. തലവേദന പിന്നെ പോട്ടെ, നമുക്ക് ഇഷ്ടമില്ല. പിന്നെ മത്തിനാണല്ലോ കുടിക്കുന്നത്, ലഹരി ബാധിക്കാനാണല്ലോ കുടിക്കുന്നത്. അതുണ്ടാവില്ല. പിന്നെ ഇപ്പൊ എന്താവുകൊണ്ട് കാര്യം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇവിടെ ലഹരിയൊക്കെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. മത്തൊക്കെ പിടിച്ചാലേ എന്തുണ്ടാവുള്ളൂ? വൈ ഒരു സമാധാനം ഉണ്ടാകാൻ, ഒരു സ്വർഗത്തേക്ക് പോകാനാണ് എന്ത് കുടിക്കുന്നത്? ഈ മദ്യം കുടിക്കുന്നതന്നെ ടെൻഷനൊക്കെ ഉണ്ടായി, അതിന്റെ ഈ ഓർമ്മകളൊക്കെ വൈ പോയി വേറെ നല്ല നല്ല ഓർമ്മയൊക്കെ ഉണ്ടാവാനാണ് എന്ത് ചെയ്യുന്നത്? വൈ ദുനിയാവിൽ കള്ളുടിച്ചിരുന്നത്. ദുനിയാവ് കള്ളുടിച്ച ആൾക്കാർ ഭയങ്കര അരത്തിരിക്കുണ്ടാകുക, ഭയങ്കര പാട്ടൊക്കെ പാടും. ബോധം ഉണ്ടാകാണെങ്കിൽ അവനോട് പാട്ട് പാടാൻ പറഞ്ഞാല് ജമ്മണ്ടേ പാടൂല. ചില ഹദീസൊക്കെ ഓതും നമ്മളൊക്കെ കണ്ടാല്. ഹദീസ് ഭയങ്കര ദീനി കാര്യങ്ങളൊക്കെ പറയും. നല്ല ഉഷാറായാൽ ആയത്തൊക്കെ കറക്റ്റ് വരും. വേറെ ലോകത്തല്ലത്. മുറിയായ വേദന ഉണ്ടാവില്ല, എമ്മാതിരി വികലൊക്കെ പോകും. മുറിയായ വേദന ഉണ്ടാവില്ല. പിന്നെ തല്ലുണ്ടാക്കാനൊക്കെ ഭയങ്കര ധൈര്യക്കും. ഏത് വലിയ ആള് എന്ത് ചെയ്യും? അടിയൊക്കെ കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യും? നീച്ച് വെച്ചിട്ട് പിന്നെയും വരും. അതൊക്കെ എന്തുകൊണ്ടാണ്? ബോധം ഉണ്ടെങ്കിൽ ഓൻ അടി കിട്ടാന്ന് വകുപ്പുണ്ട് എന്നുണ്ടാ മുങ്ങും. ഇതിങ്ങനെ പോയി എന്ത് വാങ്ങണം, ഇന്നെന്താ അടിക്കാത്തതെന്ന് ചോദിക്കും. അതൊക്കെ ഈ സാധനം പോയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു സ്വസ്ഥമായ ജീവിതത്തിലാണ് ആരുള്ളത്? ഒരു മദ്യപാനി. സ്വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. പൈസ കൊടുക്കാനില്ല, പിന്നെ കച്ചറ ഉണ്ടാക്കുക. അത് ചില ആൾക്കാരൊക്കെ മദ്യം കുടിക്കല് വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. പെരയിൽ ഭയങ്കര ടെൻഷന് അതൊക്കെ ഉണ്ടായിട്ടാണ്. ഇതൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളേ ഇല്ല. എവിടെ? സ്വർഗത്തിൽ. പിന്നെ മത്തിന്റെ ആവശ്യമില്ല. മത്തിന്റെ ആവശ്യമില്ല. തലവേദനന്റെ ആവശ്യമില്ല. പിന്നെ പാനീയം. ഇവിടുത്തെ പാനീയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കള്ള് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനമായിട്ട് തോന്നുകയാണ്. അല്ലെ ജ്യൂസ് വരെ നമുക്ക്. ഇപ്പൊ ജ്യൂസ് എന്ന് പറഞ്ഞാൽ പേരക്കന്റെ ജ്യൂസ് ഉണ്ട്. അത് നമുക്ക് ഒറിജിനൽ പേരക്ക അടിക്കാം, മുസമ്പി അടിക്കാം. പക്ഷെ മുസമ്പിന്റെ ജ്യൂസ് എവിടെ ഉണ്ടാവും? അടിച്ചു വെച്ചത് പാക്കായിട്ട് വരുന്നതുണ്ട്. എവിടെ? കടകളിൽ, സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ നമുക്ക് അതിന്റെ ബോട്ടിൽ കിട്ടുമല്ലോ. അതും നമ്മളടിക്കണമായിട്ട് തന്നെ എന്തുണ്ട്? വ്യത്യാസമില്ലേ? ഫ്രഷ് ജ്യൂസും അതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അതും ജ്യൂസാണ്, ഇതും ജ്യൂസാണ്. അപ്പൊ ദുനിയാവിൽ തന്നെ ഇതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട് പലതിന്റെയും. അപ്പൊ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ അവസ്ഥകളുമാണുള്ളത്. അപ്പം ഇവിടുത്തെ ഈ ലഹരി ബാധിക്കണ മദ്യത്തിനേക്കാളൊക്കെ എത്രയോ ആരുള്ളതായിരിക്കും എന്ത്? സ്വർഗത്തിലെ മദ്യം. മദ്യം എന്ന് പറഞ്ഞാൽ വെറും ഭ്രാന്താകുക എന്ന് മാത്രം നമ്മൾ ഇവിടെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മളതിന് മദ്യം എന്ന് പറയുന്നത്. പക്ഷെ സ്വർഗത്തിൽ അതിന്റെ ആവശ്യമില്ല, ലഹരി ബാധിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്വർഗത്തിൽ ടെൻഷൻ, പ്രശ്നങ്ങളില്ല, ആരും ഇടങ്ങാറാക്കുന്ന ആൾക്കാരില്ല. അപ്പൊ ഭയങ്കര സ്വസ്ഥമായിട്ട് പോയി. അതെന്തായിരിക്കും അതിന്റെ ടേസ്റ്റ്? ദുനിയാവിൽ ടേസ്റ്റ് തരുന്ന ആളാരാണ്? ഭൈ? അള്ളാഹു ആണ്. ടേസ്റ്റ് തരുന്ന ആളാരാണ്? അള്ളാഹുണ്. ആപ്പിളിന് വേറുള്ളതിനൊക്കെ ടേസ്റ്റ് വെക്കുന്നുണ്ട്. ചില ഇതൊക്കെ വേറെ ടേസ്റ്റ് ആയിരിക്കും, ചിലതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ 1 കിലോ വാങ്ങാൻ 3 ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അതിന് പുളിയുള്ളതൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അള്ളാഹു ടേസ്റ്റ് തരാൻ വിചാരിച്ച ഒരു മദ്യം അതെന്തേക്കും നമുക്ക് ചിന്തിക്കാനും കൂടി. അതുമായിട്ടാണ് ആര് വരുന്നത്? അതിനൊരു ഭയങ്കര ഒരവസ്ഥ ഉണ്ടത്. ഞാനൊരു പ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞിട്ടോ ഉംറ കഴിഞ്ഞിട്ടോ വരികയാണ്. ദുബായിൽ ഇറങ്ങിയിട്ട് പിന്നെ ഫ്ലൈറ്റ് മാറിക്കയറണം. അപ്പം ഫ്ലൈറ്റ് മാറിക്കയറി.
അപ്പം എന്തായി പറഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടിയ സീറ്റ് ഫസ്റ്റ് ക്ലാസ്സിലാണ്. അപ്പം ഫസ്റ്റ് ക്ലാസ്സിലിരുന്നു. 2 ആളാണ് ആ ഫസ്റ്റ് ക്ലാസ്സിൽ ആ സീറ്റിലുള്ളത്. ഞാൻ ആ അറ്റത്തിരിക്കേണ്ട എൻ്റെ അടുത്തൊരു ചങ്ങായിണ്ട്. ദുബായ് മുതൽ കരിപ്പൂർ വരെ ഓനിങ്ങനെ ഓരോ ഇതിങ്ങനെ വാങ്ങാം, ഐസിട്ടിട്ട് ഇങ്ങനെ തണുപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം, അങ്ങനെ കുടിക്കുക. എനിക്ക് പച്ചവെള്ളം കൂടി കുടിക്കാൻ തോന്നില്ല. ഈ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ തന്നെയല്ലേ അപ്പം അതും തരില്ല. അപ്പം അങ്ങനെ കുറച്ചേ കൊടുക്കുള്ളൂ. ഇവനേതോ സാധാ ചങ്ങായിയാണ്, എനിക്ക് കിട്ടിയ മാതിരി കിട്ടിയാണോ എനിക്കും തോന്നുന്നത്. ഞാനാ വലിയ കൂട്ടത്തിലുള്ളത്. ഇന്ന് എനിക്ക് മാത്രം അങ്ങനെ പാസ്സായതോ ഇനി വേറെ ആരോ പാസ്സായതോ എന്തോ ഫസ്റ്റ് ക്ലാസ് എടുത്താലോ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരികയാണ്. അപ്പൊ അതേമാതിരി കിട്ടിയാതാന്ന് തോന്നുന്നു. ഓനൊരു സാധാ ചങ്ങായി തോന്നുന്നു. പെരും കുടി ഇതുവരെ. അപ്പൊ ഓരിങ്ങനെ കുറച്ചേ കൊടുക്കുള്ളൂ. അങ്ങനെ ഇപ്പം കുറച്ചേ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ ഐസിട്ടിട്ട് ഇങ്ങനെ കൊടുക്കണ്ടോ എനിക്ക്. ഓൻ ഇതുവരെ കുടിച്ചു. അപ്പൊ അത് നല്ല തണുപ്പ്, എവിടെ നല്ല AC, നല്ല തണുപ്പ്, നല്ല ഉഷാറ്. അങ്ങനെ കുടിച്ചവനിങ്ങനെ എന്തോ റാറ്റായിട്ട്. അപ്പൊ ശരിക്ക് സ്വർഗത്തിലൊരവസ്ഥ എന്തേക്കറിയില്ല. ഒരാൾ നമ്മൾ പോയി എടുത്തു കുടിച്ചു, ഒരാൾ കൊണ്ടുവന്നിരുന്നായിട്ട്. അപ്പൊ മദ്യത്തിന്റെ പാത്രങ്ങളുമായി ചശുകങ്ങളായിട്ട് ഇങ്ങനെ നല്ല സൗന്ദര്യമുള്ള രത്നങ്ങളെ പോലുള്ള കുട്ടികളിങ്ങനെ യതൂഫ് അലൈഹിം വിൽദാനുൻ മുഖല്ലദ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആവശ്യങ്ങൾ നോക്കിയിട്ട്. അവരാണെങ്കിലോ മുത്തഖീന അലൈഹ പരസ്പര അഭിമുഖമായി ചാരി ഇരിക്കുന്നുണ്ടാവും. ചാരിയൊക്കെ ഇരുന്നിട്ട്. ഇവിടെ ദുനിയാവിൽ നമ്മൾക്ക് അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കോലങ്ങൾ കാണലുണ്ട്. അപ്പം കുടുംബമൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ, ബീച്ചിൽ ഒരു അരം തുടങ്ങണമെങ്കിൽ തന്നെ 5:30-6 മണിയാണോ ബീച്ചിന്റെ അരം കിട്ടണമെങ്കിൽ. മറ്റെന്തായിരിക്കും, മറ്റേ വെയിലായിരിക്കും. ഒരു 5:30-6 മണിക്കൊക്കെ നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളുന്നതിനൊപ്പത്തിനും ടുണ്ടുണ്ടാവും. എന്തിന്റെ ഇങ്ങനെ ഉണ്ടാവും, ബാങ്കിന്റെ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പോകേണ്ടി വരും. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേനും എന്തായിട്ടുണ്ടാവും, പുള്ളി ഇരുട്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ, പുള്ളി ഇരുട്ടായിട്ടുണ്ടാവും. പിന്നെ അവിടെ ഇങ്ങനെ കടലയും പിന്നെ വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് എന്തുണ്ടാവും, ആൾക്കാരിങ്ങനെ വരുന്നുണ്ടാവും. കടല വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല നമുക്ക്. നമ്മൾ അല്ലാതെ കടലൊന്നും വാങ്ങലും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഇങ്ങനെ കാറ്റുണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് വാങ്ങും, കടല വാങ്ങുക, കുറച്ച് തിന്നുക ഒക്കെ ഒരു എന്താണ്, ഒരു രസമുള്ള പണിയാണ്. അല്ലാതെ നമ്മളിങ്ങനെ പോയിട്ട് കടല വാങ്ങാനൊന്നും നിൽക്കൽ കുറവാണ് ആൾക്കാർ. പക്ഷെ ഇവിടെയൊക്കെ എത്തുമ്പം എന്താവും, കടല ഒരിക്കലും വിശപ്പിന് വാങ്ങണേ ആണോ, വിശക്കുണ്ട് ഒരു പാക്ക് കടല വാങ്ങി നിന്നാന്ന് ആരും പറയില്ലല്ലോ. ഒക്കെ കടല ആളുകൾ വാങ്ങണതന്നെ എന്തിനാണ്, അങ്ങനെ കുറച്ചുള്ള പഴവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാൻ അത്രത്തോളം പഴങ്ങളുണ്ടാവും. പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ മാഷാഅല്ലാ നമുക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പ് റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ, മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർക്കല്ല, നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പം മാഷാഅല്ലാ സംവിധാനങ്ങൾ എന്തായി വിശാലമായതോടുകൂടി പഴവർഗ്ഗങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റി. ഇവിടെ ഓസ്ട്രേലിയന്റെ അബൂസുറൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓസ്ട്രേലിയന്റെ ഒക്കെയാണ് വിൽക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഉണ്ടായത് ഇവിടെ നമ്മളെ മലപ്പുറത്തും മഞ്ചേരിയും അരിക്കോട്ടും കൊണ്ടോട്ടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഒരു കാലത്തായി ചിന്തിക്കാനും കൂടി പറ്റൂലായിരുന്നു. അപ്പോൾ സംവിധാനങ്ങളായി എല്ലാ പഴവർഗ്ഗങ്ങളും എത്തി. പഴങ്ങൾ ചില നാടുകളിൽ, ചിലപ്പം സൗദി അറേബ്യയിലും മറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഫ്രൂട്ടിന്റെ കടയിൽ കയറിയാൽ നമ്മളിതുവരെ കാണാത്ത കുറേ പഴങ്ങൾ കാണാം. ലോകത്തിന്റെ നാനാഭാഗത്തില്ലേ ഏറ്റവും കൂടുതൽ, ബാക്കി രാജ്യങ്ങളെക്കാൾ കൂടുതൽ പഴവർഗ്ഗങ്ങൾ കൂടുതൽ കാണുന്ന രാജ്യമാണ് ഇത് സൗദി. സൗദിയിൽ മക്ക, മദീന, ജിദ്ദ തുടങ്ങിയ സ്ഥലത്ത്. അതിനൊരു കാരണം കൂടി ഉണ്ട്. എന്താ കാരണം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥന, വർസുഖുഹും മിനസ് സമറാത്ത്, പഴവർഗ്ഗങ്ങളെ നൽകണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയാണ് പഴവർഗ്ഗങ്ങളെ നൽകണേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, പഴവർഗ്ഗങ്ങളെ നൽകണമെന്ന് അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത ദുആ ഇന്നും എന്താണ്, പഴവർഗ്ഗങ്ങളെക്കാളും കൂടുതൽ വിലയ്ക്കും പച്ചക്കറിക്ക്. ഇപ്പത്തെ പച്ചക്കറിന്റെ വില അല്ല, അല്ലെങ്കിലും പച്ചക്കറിക്കേക്കും വില കൂടുതൽ ഉണ്ടാകുക എന്തിനേക്കാൾ, പഴവർഗ്ഗങ്ങളെക്കാൾ.
കാരണം പഴവർഗ്ഗങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആണ്ടാണ്. അതുകൊണ്ട് ലോകത്തുള്ള ഒരുപാട് പഴങ്ങൾ, ഇപ്പം ഞാൻ പോയപ്പോൾ അവിടെ മാർക്കറ്റിൽ പോയിരുന്നു, കാക്കിയിൽ പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം ഐറ്റംസ് എന്തെല്ലാം നമ്മളിങ്ങനെ കണ്ടാൽ കണ്ണഞ്ചി പോണ രീതിയിലുള്ള പഴവർഗ്ഗങ്ങൾ സുലഭമായിട്ട് എത്രയാണ്. ആ നാട്ടിലാണ് ഇതൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ ലോകത്ത് എന്തെല്ലോ പഴവർഗ്ഗങ്ങളുണ്ട്. ചില പഴവർഗ്ഗങ്ങളൊന്നും കയറ്റി അയക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ കയറ്റി അയക്കുമ്പോഴത്തേനും ഇതായി പോകും, കേടുന്നോലും മറ്റൊക്കെ പോണേ. അങ്ങനെ പഴയ പഴവർഗ്ഗങ്ങളുണ്ട്. ചക്കൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊല്ലം മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് ഒരു ഫലസ്തീനി ജമാഅത്തിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യയിലൊരു ഫ്രൂട്ടുണ്ട്, തമിഴ്നാട്ടിലുണ്ടായി, തിരുച്ചിയിലുണ്ടായി, ഞാൻ അവരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വലിയ ഫ്രൂട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതിന് ചക്കക്ക് എന്താ പേര്, ഫനസ് എന്നാണ്. ഞാനോട് ചോദിച്ചു ഫനസാണോ ചോദിച്ചു. അല്ല അല്ല അല്ല. അപ്പം ഫൻസൊക്കെ നമ്മൾ ഉണ്ടാക്കണ ആദ്യം അറബിയാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ കുറേ അറബിയുണ്ട്, ഓലോട് പറഞ്ഞ ഓൽക്ക് മനസ്സിലാവില്ല. ഞാനോട് ഫൻസാണ്, ഫൻസല്ല. പിന്നെ ഞാൻ അവസാനം അങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട്. അപ്പം ശരിക്കും ചക്ക തന്നെയാണ്. ചക്ക ഞാൻ തിരുച്ചിയിലല്ലേ, ഞാൻ പറഞ്ഞ കിട്ടുന്ന സ്ഥലം കേരളമാണ്, ഇവിടെ തിരിച്ച് ഇവിടെയും കിട്ടും. ഇവിടെ ഇപ്പം അങ്ങനെ കാണില്ല. നാട്ടിലാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നമ്മളൊരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിക്ക് പോകുമ്പോണ്ട് ആ പള്ളീൻ്റെ ഗേറ്റിൻ്റെ അവിടെ എന്തുണ്ട്, ചക്കൻ്റെ ഇത് ഇരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോള വിൽക്കുന്നുണ്ട് കവറിലാക്കിയിട്ട്. ഞാൻ എല്ലാവർക്കും വാങ്ങിക്കൊടുത്തു. പക്ഷേ ഓൾക്ക് അതത്ര ഇതായി തോന്നിയില്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ ആ ഫുൾ ചെക്കിൽ ഫുൾ കോലം കണ്ടിട്ട് തിന്നുമ്പോൾ വേറെ ആയിക്കല്ലോ. ഫുൾ അതിൻ്റെ ഒരു കോലം കണ്ടിട്ട് ഇപ്പം പിസ്ത ബദാം ഒക്കെ തിന്നുന്നുണ്ട് ആൾക്കാർ. ശരിക്കും അതിൻ്റെ ഫുൾ കവറും സാധനമൊക്കെ പാടെ കൂടി പൊട്ടിച്ച് തിന്നുമ്പോഴാണ് ആ ബദാമിൻ്റെ പരിപ്പിന് എന്തുണ്ടാവുക, അതിൻ്റെ വില ഉണ്ടാവുക. അണ്ടി ഒക്കെ പഴയ കാലത്ത് ചുട്ടിട്ട് ചിരട്ടനോടൊക്കെ കുത്തി പൊട്ടിച്ചിട്ട് അത് തിന്നുന്ന അണ്ടിപ്പരിപ്പിൻ്റെ സുഖപ്പം വാങ്ങി തിന്നുന്ന അണ്ടിപ്പരിപ്പിന് അതുവരെ ആ ചക്ക ഒക്കെ കാണിച്ചത്. ഞാൻ പറഞ്ഞു സാധനം ഇതാണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇതേപോലത്തെ കുറേ. അപ്പം അദ്ദേഹം അന്ന് മുതൽ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ആരോ ഒരാൾ വന്നപ്പം അദ്ദേഹം കഴിച്ചതിൻ്റെ ഇത് പറഞ്ഞു കൊടുത്തതാണ്. ഇപ്പം മലേഷ്യയിലൊക്കെ പല ഐറ്റംസ് ഫ്രൂട്ട് ഉണ്ട്. അതൊക്കെ ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് പറയും, ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ മൊത്തം ഫുൾ പഴവർഗ്ഗങ്ങൾ സ്വർഗത്തിലുണ്ടാവും. അത് ഇവിടുത്തെ പഴവർഗ്ഗങ്ങൾ പോലെ ആയിരിക്കൂല. ഇതൊക്കെ പേര് പറഞ്ഞു തരാണ്. മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങാന്ന് പറച്ചിലേ ഉള്ളൂ. ഇവിടുത്തെ മാങ്ങി ആ മാങ്ങിയായിട്ട് ഒരു ബന്ധമുണ്ടല്ല. ഇവിടുത്തെ മനുഷ്യനും അവിടുത്തെ മനുഷ്യനും ആയിട്ട് തന്നെ എന്തില്ല, ഒരുപോലെ. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള പഴവർഗ്ഗങ്ങളെ കാര്യം എന്ത് പറയാനാണ്. വഫാക്കിയത്തിൻ മിമ്മാ യതഖയ്യറൂൻ, പിന്നെ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ. ലഹ്മ് എന്ത്, മാംസം. പഴവർഗ്ഗം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് മാംസാണ്. പച്ചക്കറി എവിടെ കാണില്ല. ആകെ ബനീ ഇസ്രായേലുകാർ മാത്രമാണ് എന്ത് ചെയ്തത്, പച്ചക്കറി ചോദിച്ചത്. ബാക്കിയൊക്കെ എന്താ പറയുന്നത്, വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ. വലഹ്മ് മാംസം, ത്വയ്ർ പക്ഷിന്റെ മാംസം, മിമ്മാ യസ്തഹൂൻ, വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന പക്ഷി മാംസങ്ങളും എന്തുണ്ട് അവിടെ കിട്ടും സ്വർഗത്തിൽ. പക്ഷിന്റെ മാംസം ഭയങ്കര രസമുള്ളതായിരിക്കും. ഇവിടെ നമുക്ക് പക്ഷിയായിട്ട് എന്താ ഉള്ളത്, അവിടെ കാട, കോഴി, പിന്നെന്താ ഉള്ളത്, കൊക്കൊന്നും പിടിക്കാൻ പറ്റൂല. പിന്നെ താറാവുണ്ട്, കുറച്ചേ ഉള്ളൂ. പ്രാവ്, അങ്ങനൊക്കെ അല്ലേ. അവിടെ എല്ലാ സാധനത്തിൻ്റെയും എന്ത് ചെയ്യാം, മാംസം നിന്ന് ഇഷ്ടമുള്ളതിൻ്റെ എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളതിൻ്റെ തന്നെ തഫ്സീറിൽ എഴുതുന്നുണ്ട്, ഇഷ്ടമുള്ള പക്ഷിന്റെ മാംസം ഇഷ്ടപ്പെട്ട രീതിയിൽ. കോഴി തന്നെ പല രീതിയില്ലേ, ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ പേര് പറഞ്ഞു കേട്ടാൽ ഒക്കെ ഷവായ, മറ്റേത് ഏത് അൽഫാം, തന്തൂരി, സ്പൈസി, അതിൽ തന്നെ പല സാധനം പറയും. ഒരു 65, മറ്റേത് ഗ്രേവി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ആ പക്ഷിമാംസം കിട്ടും. മനസ്സിലായില്ലേ. ഇവിടെ ദുനിയാവിൽ ഉള്ള പ്രത്യേകത പറഞ്ഞാൽ ചില വലിയ ഹൈടെക് പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മളവിടത്തൊക്കെ ഉള്ള വലിയ സംഭവം പറഞ്ഞാൽ സല്ലാജയിലുള്ള മീൻ കാണിച്ചു കൊടുത്താൽ എന്താക്കി തരും,
അത് പൊരിച്ചു തരും. അത് മിക്കവാറും ഉണ്ടായാലും അതിൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞ് റെഡിയാക്കി ഐസിലങ്ങനെ വെച്ചതാണ് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതുണ്ടാവുക. അത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 25 മിനിറ്റ് 30 മിനിറ്റ് വേണം. അത് എന്ന് കിടക്കണമെന്ന് ആൾക്ക് തന്നെ അറിയുള്ളൂ. ഇന്ന് കൊണ്ടുവന്നാന്നൊക്കെ പറയും. അത് സത്യമായിരിക്കും. ഏത് ഓരോ സെല്ലാജിൽ ഇന്ന് കയറിയതാണ്, ഐസിൽ ഇന്ന് കയറിയതാണ്. രത്നഗിരിയിലൊക്കെ ഉറങ്ങിയിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് വന്നതായിരിക്കും മിക്കവാറും എന്ത് ആഗോളിയക്കോറൊക്കെ. അതാണിത്. പക്ഷേ അവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ വിചാരിക്കുമ്പോൾ അപ്പം റെഡിയാവും. വിചാരിക്കുമ്പോൾ ഏത് പക്ഷിമാംസം കിട്ടും. അതിനാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്. യസ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത് കിട്ടും. ഉള്ളത് കൊടുക്കാന്നല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ഉള്ളത് ചില കടയിലൊക്കെ ആൾക്കാർ പറയും ഇവിടെ നമുക്ക് പിന്നെ അങ്ങനത്തെ ഇതുണ്ട്, നമുക്ക് അത് പോയി കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറയും. ഇത് അവിടുത്തെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും, അത് കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കരിമീൻ പൊള്ളിച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ടൊക്കെ പോയി അത് കഴിക്കാൻ. ഓൻ പറഞ്ഞു ഭയങ്കര അടിച്ചുപൊളിയാണ്, പിടിച്ച ഉടനെ ഉള്ളതെന്നൊക്കെ. പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് കിട്ടിയില്ല, എന്നിട്ട് മടങ്ങി പോന്നു. അങ്ങനൊക്കെ ഉണ്ടാവും മടങ്ങി പോരല്, വിചാരിച്ച് കിട്ടാതായാല്. പക്ഷെ സ്വർഗത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ല. എന്താണോ വിചാരിക്കുന്നത് അതപ്പം കിട്ടും. അത് റെഡിയാക്കി കൊണ്ടുവരും ആര്? ഈ കുട്ടികള്. വില പണിയാണ് ഇതൊക്കെ. കട ഫുള്ള് പരിപാടിയാണ്. വലഹ്മി ത്വയ്രിൻ മിമ്മ യസ്തഹൂൻ. യസ്തഹൂൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ആഗ്രഹിക്കുന്നത് കിട്ടും. സ്വർഗത്തിന്റെ പ്രത്യേകത തന്നെ അവിടെ മാത്രമേ അതുള്ളൂ. വേറെ എവിടെയും ദുനിയാവിൽ ആഗ്രഹം എന്താക്കാൻ കഴിയില്ല, പൂർത്തീകരിക്കാൻ കഴിയില്ല. കുറേയൊക്കെ പൂർത്തിയാവും, ബാക്കിയുള്ളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. സ്വർഗത്തിലെല്ലാം പൂർത്തിയാവും. ഇഷ്ടപ്പെട്ട പക്ഷിമാംസം ഉണ്ടാവും. പിന്നെ ഇവിടെ കോഴി കൂട്ടാത്തവനൊന്നും ബേജാറാണ്ട, എന്ത് ചെയ്തോളൂ. അവിടെ എന്തായാലും കൂട്ടുക. അവിടെ വേറെ പ്രശ്നമല്ല. ഇവിടെ കൂട്ടാത്തതിന് പല കാരണങ്ങളുണ്ടാവും അവർക്ക്. ചിലർക്ക് ഛർദ്ദിക്കാൻ വരും, ചിലർക്ക് വേറെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അവിടെ ഒന്നും പ്രശ്നമില്ല, ഇഷ്ടം പോലെ കഴിക്കാം. പിന്നെ വഹൂറുൻ ഐൻ. ഹൂർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സ്ത്രീകളാണ്, വെളുത്ത സുന്ദരികളായ സ്ത്രീകൾ. വഹൂറുൻ ഐൻ. ഐൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൺതടങ്ങൾ വിശാലമായത്, നേത്രങ്ങൾ വിശാലമായത്. കണ്ണിലൊക്കെ ഭയങ്കര സൗന്ദര്യങ്ങളുണ്ട്. അങ്ങനെ ഭയങ്കര സൗന്ദര്യമുള്ള കണ്ണുകൾ. മനുഷ്യന്റെ കണ്ണ് ഭയങ്കര സാധനമാണ്. കണ്ണ് ഭയങ്കര സാധനമാണ്. അതുകൊണ്ട് കണ്ണുകൾ വിശാലമായ നേത്ര തടങ്ങളുള്ള അങ്ങനത്തെ സ്ത്രീകൾ എന്താണെന്ന് ആർക്കേ അറിയുള്ളൂ. പോയി അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെ ഉള്ള അതിനെ ഉപമിക്കാനൊന്നും ഇതില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതുള്ളൂ സുന്ദരികളായ. ഹൂർ എന്ന് പറഞ്ഞാൽ വെളുത്ത വെയ്യാമണികൾ, വെളുത്ത സുന്ദരികൾ. ഐൻ എന്ന് പറഞ്ഞാൽ കൺതടങ്ങൾ വിശാലമായി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ സൗന്ദര്യം, അതിന്റെ അവസ്ഥകളൊക്കെ. പിന്നെ അള്ളാഹ് പറയാണ് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ നാട്ടിലെ സ്ത്രീകളയക്കും അതിനൊക്കെ ഉപമിക്കല് കഅംസാലിൽ ലുഅ്ലുഇൽ മഖ്നൂൻ. കഅംസാൽ അതുപോലെ ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. ലുഅ്ലു പറഞ്ഞാൽ എന്താ? മുത്തുകൾ. അൽ മഖ്നൂൻ എന്ന് പറഞ്ഞാൽ ചിപ്പിന്റെ ഉള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്ത് പോലെ. ചിപ്പിന്റെ ഉള്ളിലുള്ള മുത്ത് ഒരു കേടും പോറലും പറ്റാതെ അത്ര ഹരത്തിൽ നമ്മൾ കൈമ കിട്ടിയ പിന്നെ നല്ല തുണിയിലും നല്ല ഇതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കോട്ടണിലോ അങ്ങനത്തേലൊക്കെ വെച്ചിട്ടാണ് കൊണ്ടെടുക്കുക. എന്നാലും അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിപ്പിന്റെ ഉള്ളിൽ അങ്ങനത്തതാണ്. നമ്മളിത് രണ്ടും കാണാത്തോണ്ട് ചിപ്പിയിലെ മുത്ത് നമ്മൾ എന്ത് ചെയ്തില്ല, കണ്ടില്ല. കഅംസാലിൽ ലുഅ്ലുഇൽ മഖ്നൂൻ. ചിപ്പിയിലുള്ള മുത്ത് പോലെയുള്ള സ്ത്രീകളേക്ക് ഓരെ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഒരു കുറവുകളും ഉണ്ടാവില്ല, ഒരു കുറവുകളില്ലാത്തവർ, ശുദ്ധ ഹൃദയർ. മനസ്സിലായില്ലേ? നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഓരങ്ങോട്ട് കടലിലേക്ക് തുപ്പിയാൽ കടലിലെ വെള്ളം എന്താവും? തേനേക്കാൾ മധുരം ഉണ്ടാവും. അവരുടെ ചെറുവിരൽ പുറത്തേക്ക് കാണിച്ചാൽ സൂര്യന്റെ പ്രഭ മങ്ങിപ്പോകും.
നിരുതംഗ ശാസനങ്ങൾ പറഞ്ഞു. അതെന്തേക്കും? സൂര്യന്റെ പ്രഭ മങ്ങാണെങ്കിൽ ഒരാരയിക്കും. മനസ്സിലായില്ലേ? അത് സ്വർഗത്തിന്റെ സെറ്റപ്പാണത്. അതവിടെ പറ്റുള്ളൂ, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന സൂര്യൻ ഉണ്ടാവില്ല. സൗന്ദര്യവതികളായ സ്ത്രീകൾ മഖ്നൂൻ, ചിപ്പിക്കുള്ളിലുള്ള മറക്കപ്പെട്ട മുത്തുകൾ പോലെ ഉണ്ടാവും. അവരെ കണ്ടാല് മുത്തുകൾ പോലെ ഉണ്ടാവും. അവരെ കണങ്കാലിലെ മജ്ജൊക്കെ എന്ത് ചെയ്യും? വസ്ത്രങ്ങളിലെ ഇതിലൂടെ നോക്കിയാൽ എന്നെ കാണുന്നു. അത്ര സൗന്ദര്യവതികളായ സ്ത്രീകൾ ഉണ്ടാവും. പിന്നെ അവിടെയാണ് പ്രശ്നം. ഇതുവരെ കുഴപ്പമില്ല, ഇനിയാണ് പ്രശ്നം. ഇതിപ്പോ എന്തിനു കൊടുക്കുന്നതാണ്? ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമായി കൊടുക്കുന്നതാണ്. പ്രവർത്തിച്ചതിന് പ്രതിഫലമായി കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? പ്രവർത്തിച്ചതിന് പ്രതിഫലമായി കൊടുക്കുന്നതാണ്. ദുനിയാവിൽ നമ്മൾ കാണലുണ്ട്, ഇൻഡിഗോലൊക്കെ വന്നാൽ ഫുഡൊന്നും ഉണ്ടാവില്ല, പച്ചവെള്ളം തന്നെ ആലോചിച്ചിട്ടേ തരുള്ളൂ. പക്ഷെ അപ്പോഴും ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടാവും. എവിടെ എവിടെ വഴി ഫ്ലൈറ്റിൽ നമ്മളെ കൂടെ നിന്ന് ആൾക്കാർ കഴിക്കുന്നുണ്ടാവും. നട്ട്സൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങി നല്ല കാഷ്യൂനട്ടൊക്കെ ഉണ്ടാവും. നല്ല അടിച്ചുപൊളി ഡബ്ബയിൽ ഷെയറാക്കിയിട്ട് തരും. പക്ഷെ അതിനൊക്കെ എന്ത് വേണം? അതിനൊക്കെ പൈസ കൊടുക്കണം. ചെറിയൊരു ഡബ്ബ 300 രൂപ 400 രൂപ കൊടുക്കണം. ഇവിടെ കിലോ കിട്ടും. എന്തിന്? പൈസ കൊടുക്കണം. ഭയങ്കര മാളുകൾ ഉണ്ടാവും. വലിയ വലിയ മാളുകൾ പോയി നോക്കിയാൽ അവിടെ അടിച്ചുപൊളി സാധനങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ പോയിട്ട് നമുക്ക് പറ്റാഞ്ഞിട്ട് പോരല്ല നമ്മൾ. ആണോ? സ്ത്രീകളൊക്കെ കൊണ്ട് മാളിലൊക്കെ പോകും ചില ആൾക്കാർ കാണാൻ. ഒരു സാധനം വാങ്ങാതെ പോരുണ്ടോ? കാരണം എന്താ? അതിൻ്റെ ആ സ്റ്റിക്കർ കണ്ടാൽ മതിയാവും. ആർക്ക്? ആ പെണ്ണുങ്ങൾക്കൊക്കെ. ചെറിയൊരു ബാഗിന് 26,844 രൂപ പാഞ്ഞു തടി എടുക്കും. മനസ്സിലായിണ്ടെങ്കിൽ? അപ്പൊ സാധനം ക്വാളിറ്റിയിൽ അടിച്ചു കൊടുക്കോടുണ്ട്. പക്ഷെ എന്തില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ മാളിലൂടെ ഒക്കെ പോകണ അവിടുത്തെ വാച്ച്, അവിടുത്തെ ബാഗിന്, അവിടുത്തെ ചെരുപ്പിന്, അവിടുത്തെ ഡ്രസ്സിന് ഒക്കെ ഇതുണ്ടാവും. അപ്പൊ എന്നിട്ട് ആൾക്കാരെന്താ സാധനം പറയാം, ഇതൊക്കെ ആര് വാങ്ങാനാണ്? ഈ സാധാരണക്കാരായ ആൾക്കാർ അവിടെ പോയാൽ ഇങ്ങനെ ഇതൊക്കെ ആര് വാങ്ങാനാണ്? ആരും വാങ്ങൂല. അമ്മമാർ വെറുതെ ഇങ്ങനെ വെച്ചിക്കണേ, വെറുതെ അങ്ങനെ വെച്ചിക്കല്ലേ? ആണോ? അല്ല, അതിൻ്റെതായ ആൾക്കാർ വരുന്നുണ്ട്, ഒരു വാങ്ങുന്നുണ്ട്, ഒരു പർച്ചേസിന് ഒരു പോകുന്നുണ്ട്. അവർക്ക് പൈസ പ്രശ്നമില്ല. ഒരു മാസം 25 ലക്ഷം രൂപ സാലറി ഉള്ള ആൾക്ക് ഒരു 25,000 രൂപ പറഞ്ഞാൽ അയാൾ സാധാ നമ്മളൊക്കെ 250 രൂപ ചിലവാക്കണായി ചിലവാക്കുണ്ടാവും. അപ്പൊ അതുണ്ടാവണം. ഇതൊക്കെ സംഗതിയൊക്കെ മെനു തന്നു. പിന്നിപ്പോ എന്താ തരണേ? ജസാം ബിമാ കാനൂ യഅമലൂൻ. ഇതൊക്കെ അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമായിട്ട് കൊടുക്കുകയാണ്. ഇത് കിട്ടണമെങ്കിൽ ഇതിനനുസരിച്ച് എടുക്കണം, ഇവിടെ എടുക്കണം. അതല്ലാഹുവിന്റെ ഇടയിൽ ഓർമ്മക്കാണ്. ഇതിന്റെ അരത്തിൽ ഇങ്ങനെ പോണ്ട. ഇത് ഒക്കെ പേബിൾ സാധനമാണ്. എന്ത് ചെയ്യേണ്ടി വരും? ഇല്ലടത്തും ജസാഅൻ, പ്രതിഫലം എന്ന നിലയിലാണ് കൊടുക്കുന്നത്. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമെന്ന നിലയിലാണ് ഇത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ വൈ? അപ്പൊ അമലുണ്ടാക്കാനുള്ള സ്ഥലമാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് പറഞ്ഞിരുന്നത്. ഇതാ അങ്ങനത്തെ ഒക്കെ സംഗതികളുണ്ട്, നിങ്ങളൊന്ന് പണിയെടുക്കി, നിങ്ങളൊന്ന് പ്രവർത്തിക്കി എന്ന് പറയാൻ. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. പിന്നെ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ. ലാ യസ്മഊന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല. ലഗ്വൻ, അനാവശ്യം, പാഴ്വർത്തമാനം. എവിടെ ഉണ്ടാവില്ല? സ്വർഗത്തിൽ അനാവശ്യം ഉണ്ടാവില്ല. സ്വർഗത്തിൽ വലാ തഅസീമ, കുറ്റകരമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, കുറ്റകരമായ വാക്കുകൾ, അതും എന്ത് ചെയ്യൂല? അവിടെ ഉണ്ടാവില്ല. അനാവശ്യ വാക്കുകൾ, പാഴ്സ് വാക്കുകളും കുറ്റകരമായ വാക്കുകളും എന്തുണ്ടാവില്ല? എന്നുവെച്ചാൽ ഗീബത്ത് എന്താണ്?
തഹ്സീമിൽപ്പെട്ടതാണ്, കുറ്റകരമായ കാര്യമാണ്. ഗീബത്ത്, നമീമത്ത് അതൊന്നും ഉണ്ടാവില്ല എവിടെ? സ്വർഗത്തിൽ അതൊന്നും ഉണ്ടാവും. ഗീബത്ത്, നമീമത്ത്, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നല്ല സാഫ് ഹൃദയമാണ് ഉണ്ടാകുക. പരിശുദ്ധ ഹൃദയമുള്ളവരെ മാത്രമേ എവിടേക്ക് കയറ്റുള്ളൂ? സ്വർഗത്തേക്ക് കയറ്റുള്ളൂ. അതുകൊണ്ട് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ, അവിടെ അപശബ്ദങ്ങൾ, വേണ്ടാത്തരങ്ങൾ. ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും, ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഭയങ്കര ഒച്ചപ്പാടും വേളാണെങ്കിലോ നമുക്ക് സൂര്യക്കടയ്ക്കും. ചില സംഗതിയൊക്കെ ഉണ്ടാവും, ഡ്രില്ലിന്റെ അവിടെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും ഡ്രില്ലിങ്ങിന്റെ പണി നടന്നുകൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലാസ് എടുക്കലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവൻ നമ്മളെ കാണിക്കുന്നില്ലോ, ഓടെ ഡ്രില്ല് ചെയ്യല്ലേ. പക്ഷെ ആ സൗണ്ട് നമുക്ക് പ്രശ്നമാണ്. സ്വർഗത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ, കുറ്റകരമായ പിന്നെ അനാവശ്യമായ വാക്കുകൾ എവിടെ ഉണ്ടാവില്ല? സ്വർഗത്തിൽ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ. പിന്നെന്താ അവിടെ ഉണ്ടാകുക? ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അവിടെ ഫുള്ള് ഇതേ ഉണ്ടാവുള്ളൂ, സലാം ഉണ്ട്, രക്ഷ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇത് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? സ്വർഗത്തിലുണ്ട്. എല്ലാവരും കാണുന്നവരൊക്കെ എന്ത് പറയുണ്ടാവും? സലാം. ഭയങ്കര സന്തോഷത്തെടുക്കും. സലാം അതെന്നെ ഭയങ്കര രസിക്കും. സലാം ഉണ്ട് എങ്ങനെ പറഞ്ഞേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പള്ളിയിൽ പോയാൽ, സൗദിയിലൊക്കെ പള്ളിയിൽ പോയാൽ എല്ലാവരും ഇങ്ങനെ എന്ത് പറയുണ്ടാവും? അസ്സലാമു അലൈക്കും പറയുണ്ടാവും. ഭയങ്കര തേക്കും. അതന്നെ ഒരു സമാധാനമാണ്. ചില മലേഷ്യ പോലുള്ള സ്ഥലത്തൊക്കെ പോയാൽ നിസ്കാരം കഴിഞ്ഞാൽ അപ്പുറത്തുള്ള കയ്യേരും ഇപ്പുറത്തുള്ള കയ്യേരും. നമ്മളാണെങ്കിൽ എന്താക്കല്? കുത്തല്, ചവിട്ടല്, മറ്റവനങ്ങനെ നോക്കല്, സലാം വീട്ടിൽ തന്നെ ദേഷ്യം പിടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുക. പള്ളിക്ക് എന്നാൽ തന്നെ ഓരോരുത്തരെ നോട്ടം കണ്ടാൽ ഞാൻ പള്ളിക്കല്ലേ വന്നതെന്ന് തോന്നി പോകുന്നത് ചില പള്ളിയിലൊക്കെ പോയാൽ. അപ്പം പള്ളിയിലൊക്കെ ആൾക്കാർ ചിരിക്കുക, സലാം പറയാ, അതുണ്ടായാൽ തന്നെ നമുക്ക് സമാധാനിക്കും. അപ്പൊ സ്വർഗത്തിൽ ഫുള്ള് ഇല്ലാ ഖീലൻ സലാമുൻ സലാം, സലാമൈക്കും. എല്ലാവരും രക്ഷക്ക്, എല്ലാവരും സമാധാനത്തിന്. അതിനുവേണ്ടി അവിടെ സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉദ്ഖുലൂഹ ബിസലാമിൻ ആമിനീൻ, നിർഭയരായി സുരക്ഷിതരായി നിങ്ങൾ പ്രവേശിച്ചു. സ്വർഗത്തിൽ സുരക്ഷിതരാണ്, സലാമാണ്, സുരക്ഷിതത്വം, രക്ഷ, ഇതെല്ലാം ഉണ്ടാവും. എവിടെ? സ്വർഗത്തിൽ. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. പിന്നെ ഈ പറഞ്ഞതൊക്കെ ആർക്കുള്ളാണ്? അസ്സാബിഖൂൻ അസ്സാബിഖൂനാണ്. ഓരാലാണ്? സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. പിൻഗാമികളിലാകെ കുറച്ചാളുള്ളൂ. അപ്പൊ നമ്മളെ പരിശ്രമം, നമ്മളെ പ്രയത്നം എന്താണ് പറഞ്ഞാൽ ആ കുറച്ചിൽ ആര് കയറി പോണം? പറയുവായി. നിങ്ങൾക്ക് പ്രതീക്ഷയില്ലല്ലേ? ഒന്നും മത്സരിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല എന്നായിരിക്കണേ. ആ കുറച്ചിൽ കയറണം. ആ കുറച്ചിൽ കയറണമെങ്കിൽ ഇവിടെ ആൾക്കാർ ഭയങ്കര ദീനുള്ള ആൾക്കാർ തന്നെ ഓലെ ചിലപ്പോൾ പിരാന്താന്നൊക്കെ പറയും. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇവിടെ ദീനുള്ള ആൾക്കാർ തന്നെ ആ കുറച്ച് ആൾക്കാരെ പ്രാന്താന്ന് പറയും. കാരണം ഓൻ എല്ലാ കാര്യത്തിനും അത്ര ശ്രദ്ധയിലും സൂക്ഷ്മതയിലും കാര്യത്തിലൊക്കെ ഉണ്ടാവുക. എന്നാലല്ലേ എന്തിൽ പെടാൻ പറ്റുള്ളൂ? ഖലീലും മിനൽ ആഖിരീനിൽ പെടണമെങ്കിൽ ഇവൻ അത്ര സൂക്ഷിക്കണം. ഇതാണ് ആർക്കുള്ളത്? സാബിഖൂന സാബിഖൂനുള്ളത്. മനസ്സിലായില്ലേ? ഫ്ലൈറ്റിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സിനെ സുഖമായിട്ട് ഇരിക്കാം, കാലൊക്കെ നീട്ടാം. മറ്റേതോ കാല് വരെ നീട്ടാൻ കഴിയില്ല, മുട്ടുംകാല് അതിമ കുത്തും. അയ്യാതി സീറ്റാണ്. ഒരു പട്ടിക കൊണ്ട് അടിച്ച മാതിരിയാണ് ഫ്ലൈറ്റിലൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? ഇൻഡിഗോ മറ്റേ സാധനമൊക്കെ ഒരു സുഖമില്ലാത്ത ഇതൊക്കെയുണ്ടാകും. പക്ഷെ അപ്പോഴും അവിടെ ആൾക്കാർ എന്തുണ്ട്? ഫസ്റ്റ് ക്ലാസ് ടീം ഭയങ്കര ഷറായിട്ടിരിക്കുന്നുണ്ടാവും. ഭയങ്കര റാഹത്തിലിരിക്കുന്നുണ്ടാവും. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടിലിന്റെ വീതിയുള്ള AC കമ്പാർട്ട്മെന്റ് ഉണ്ട് ട്രെയിനിൽ. നമ്മൾ പൊതുവെ അങ്ങനെ കാണലുണ്ടാവില്ല.
ഈ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എന്തുണ്ടാവും, അതിലൊരു കുറച്ച് സീറ്റുകൾ എന്തുണ്ടാവും, ഫസ്റ്റ് ക്ലാസ് ആയിട്ട്, പിന്നെ അതിനേക്കാളും ടോപ്പായിട്ടുണ്ടാവും, A1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുണ്ടാവും. അപ്പൊ അത് ശരിക്കും കട്ടുമലൊക്കെ കടന്നു പോകണം. ഈ ചെറിയ രീതിയിലല്ല, അത്യാവശ്യം എന്തുണ്ടാവും, ആ വലിയ റൂമിൽ അതിന് കുറ്റി, അതിന് സംവിധാനമൊക്കെ ഉണ്ടാവും, ഒരു 4 കട്ടിലകമായിട്ടുള്ള ഇങ്ങനെ. അപ്പൊ ദുനിയാവിൽ മറ്റവന് ഇരിക്കാൻ സ്ഥലമില്ല, പലക അടിച്ചിട്ടുണ്ടാവും. ഏതില്? ജനറലിലൊക്കെ പലകല്ലുണ്ടായി, ജനറലിൽ പലക, പിന്നെ സ്ലീപ്പറിൽ കുറച്ച് കുഴപ്പമില്ലാത്തൊരു സീറ്റ്, പിന്നെ കുറച്ചപ്പത്തെത്തുമ്പത്തിനും 3 ടയർ 2 ടയർ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞതിന് വ്യത്യാസമുള്ള പോലെ എന്തിലും വ്യത്യാസമുണ്ട്. പറയുകയും സ്വർഗത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ സ്വർഗത്തില് ഒരു വലിയ ഐറ്റംസ് പറഞ്ഞതാണ് ആർക്ക്? സാബിഖൂന സാബിഖൂൻ. ആ സാബിഖീങ്ങളിലാവണം. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുൻകഴിഞ്ഞ ആൾക്കാർ സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, പിന്നെ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മ കൊണ്ട് അവരെ പിൻപറ്റിയവരും. നന്മ കൊണ്ട് ആരെ പിൻപറ്റിയവര്? മുഹാജിരീങ്ങളെ അൻസാരികളൊക്കെ. വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹ് അവരെ തൊട്ട് തൃപ്തിപ്പെടുന്ന, അവരെ അള്ളാഹിനെ തിന്ന്. അപ്പൊ മുഹാജിരീങ്ങൾ, അൻസാരികൾ, പിന്നെ നന്മ കൊണ്ടവരെ പിൻപറ്റിയവർ. അതൊക്കെ ഇപ്പൊ നമുക്കും കഴിയും. പക്ഷെ നമ്മൾ അതിന്റെ പരിശ്രമം ചെയ്യണം, അതിന്റെ പരിശ്രമം ചെയ്യണം. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന് പറഞ്ഞതിനുള്ളതാണ്. ഇല്ല ഖീലൻ സലാമൻ സലാമാ വ അസ്ഹാബുൽ. കുറച്ച് കേറിയിരുന്നോളി, കഴിഞ്ഞു. ആ വിടയുള്ള വിടവ് ഭയങ്കര അശ്രദ്ധ ഉണ്ടാക്കുന്നുണ്ട്, ഉറങ്ങണമൊക്കെ ഉണ്ട് ആൾക്കാർ. എന്താ അതിന്റെ കാരണം അറിയാം നിങ്ങൾക്ക്? ഇടയിലൊക്കെ ആൾക്കാർ എണീച്ചു വെച്ച് അതിന്റെ മറ്റേ ആൾ വന്ന് ഇരുന്ന്. കാരണം ഇത് ഫോനായിട്ടുള്ള വെല്ലുവിളിയാണ് നടന്നുകൊണ്ടിരിക്കണത്. ആരായിട്ട് ചെയ്ത്താനായിട്ട്. കാരണം ഓനക്കിപ്പോ ഇതൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ അങ്ങനെ ചിരിച്ച് കേൾക്കുകയാണ്, ഓത് ടെൻഷൻ അടിച്ച്. കാരണം ഓനെന്തായാലും ഇതിൽ കയറാൻ പറ്റൂല. കാരണം ഓനക്ക് എന്തായാലും കയറാൻ പറ്റൂലല്ലോ. ഞമ്മക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ട്. എന്ത്? സാബിഖൂനില്ലെങ്കിലും എവിടെങ്കിലും എത്തും, അസ്ഹാബുൽ-യമീനിലെങ്കിലും എത്താന്നൊക്കെയുള്ള പ്രതീക്ഷയില അപ്പൊ ഇരുത്തും. അപ്പൊ ഓനക്കിത് ചടക്കും, ഓൻ ഇത് മാക്സിമം നമ്മളെ കൊളാക്കും. അല്ലാണെങ്കിൽ ഇത് ഭയങ്കര കാര്യമായിട്ട് പറയാണ്. ഇതൊക്കെ കണ്ടും നോക്കി വേണമെങ്കിൽ നിന്നോളി. ആ ചെങ്ങായി പറഞ്ഞത് കേട്ടൊന്നു നടക്കാൻ കണ്ട നഷ്ടം ഉണ്ടാവാന്ന്. അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. അടുത്ത ദർജയാണ് എന്ത്? അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞത്. ഒന്ന് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂനായി. രണ്ടാമത്തെ അസ്ഹാബുൽ യമീൻ. യമീൻ എന്ന് പറഞ്ഞാൽ എന്താ? വലത്തേത്. എല്ലാ നന്മയായ കാര്യങ്ങളും ചെയ്യേണ്ടത് ഏത് കൈ കൊണ്ടാണ്? വലത്തെ കൈ കൊണ്ടാണ്. നന്മയായ കാര്യങ്ങളിലേക്കുള്ളൊക്കെ പള്ളിക്ക് ഏത് കാലം വെക്കണ്ടേ? വലത്തെ കാലം വെക്കണ്ടേ. ചെരുപ്പിടുമ്പോഴോ ഊരുമ്പോഴോ? ഊരുമ്പോ ഇടത്തെ കാലാണ്. ബാത്റൂം കയറുമ്പോ പുറങ്ങുമ്പോ നന്മക്ക് വലത്തെ കാലാണ്. നന്മക്ക് വലത്തെ കാല് വലത്തെ കൈയൊക്കെയാണ്. മനസ്സിലായില്ല വൈ? തിന്നലേത് ചെയ്യണ്ട? കുടിക്കലോ? ഉള്ളിവട വലത്തെ കയ്യിൽ, ചായ അടുത്ത കൈ കൊണ്ട് കുടിക്കുക. നമ്മളങ്ങനെ പഠിച്ചത്. മനസ്സിലായില്ലേ? ഡിസ്പോസിബിൾ ഗ്ലാസ് വരെയാണെങ്കിലും ആൾക്കാരെന്താ കുടിക്കുക? അത് കളയാനുള്ള ഗ്ലാസ്സാണ്. 4 വായുണ്ട്. അതുകൊണ്ട് വലത്തെ കൈ കൊണ്ട് തിന്നണം, വലത്തെ കൈ കൊണ്ട് കുടിക്കണം. എല്ലാ നല്ല കാര്യങ്ങളും എങ്ങനെ എന്താണ്? തുപ്പൽ ഏത് ഭാഗത്തേക്കാണ്? എടുത്തേക്കാണ്. തിരിഞ്ഞു നോക്കല് ഉറങ്ങുണ്ടോ ജി? പിന്നെത്താ അപ്പം എന്താണ് പറഞ്ഞാൽ വലത്ത് ഭാഗത്തേക്കാണ് നന്മയായ കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ലേ? വാച്ചിട്ടല് ആണുങ്ങൾ ഇടത്തെ കൈമേൽ, പെണ്ണുങ്ങൾ വലത്തെ കൈമേൽ. മനസ്സിലായില്ലേ? വാച്ചിട്ടൽ ആണുങ്ങൾക്കൊരു മോശവും പെണ്ണുങ്ങൾക്ക് നിങ്ങളൊന്നും പറയില്ലല്ലോ.
ഇതിന്റെ കൂടെ ഉണ്ടായി, ഇപ്പൊ പോയി. ആണുങ്ങൾക്ക് ഒരു മോശമായ കാര്യവും പെണ്ണുങ്ങൾക്ക് നല്ല കാര്യമായതുകൊണ്ട് പെണ്ണുങ്ങളോട് ഏത് കൈമ കെട്ടാൻ പറഞ്ഞേ? അതുകൊണ്ട് ഇപ്പം തന്നെ കഴിച്ചോളി. ഈ വാച്ചിട്ടിൽ നിസ്കാരത്തിന്റെ സമയം അറിയാൻ ഈ മനുഷ്യന്റെ നല്ല കാര്യത്തിൽ പെട്ടതാണ്. അതാരാ നമ്മളോട് എടുത്ത കൈമ കെട്ടാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നോട്ടം വരണമെങ്കിൽ ഏത് കൈമ കെട്ടണം? നല്ല കാര്യമല്ല അത്, അല്ലേ? അല്ലെങ്കിൽ വെറുതെ റോളക്സ് ഒക്കെ കെട്ടി ആ ദമ്മിന് കെട്ടുകയാണെങ്കിൽ അയിമലെന്നെ നിന്നോട്ടെ. എയ്മല് വാച്ച് വലത്തെ കൈമല കെട്ടണ്ടേ? വാച്ച് കെട്ടണോല് കെട്ടിയില് കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അതാണ് നല്ല കാര്യമല്ല ഈ നിസ്കാരത്തിന്റെ സമയം അറിയാനേ വേറെ നല്ല കാര്യം കെട്ടാണ്. അതുകൊണ്ട് വലത്തെ കൈമ കെട്ടണം. മനസ്സിലായില്ലേ? ചെറിയൊരു അടങ്ങേര് തുടങ്ങുമ്പോൾ ഉണ്ടാവും, ചെറിയൊരു അടങ്ങേര്. കാരണം ഇതുവരെ ചെയ്തത് ഇങ്ങനെ ആയതുകൊണ്ട് അറിയാതെ കൈ കെട്ടാ പോലെ. ഇതൊന്നും നമ്മൾ ആലോചിച്ച് കെട്ടണമെന്നല്ല, ഇതൊന്നും നമ്മൾ ആലോചിച്ച് കെട്ടണല്ല. ചെറുപ്പത്തിൽ നമുക്ക് കെട്ടിയെന്നാ ആൺകുട്ടിയല്ലേ വലത്തെ കൈമ ഇടത്തെ കൈമ കെട്ട്. പെൺകുട്ടികൾ വലത്തെ കൈമയിലാ കെട്ടല്, അങ്ങനെ ഉണ്ട്. ഇപ്പം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ പെണ്ണുങ്ങൾ വലത്തെ കൈമേലും ആണുങ്ങൾ എടുത്ത കൈമേലും എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് വാച്ച് കെട്ടുന്ന ആൾക്കാർ വലത്തെ കൈയാണ് നല്ല കൈ, നല്ല കാര്യമാണ്. എന്ത് വൈ വാച്ച് ഒരാളെ സൗന്ദര്യം ഒരാളെ സെറ്റപ്പൊക്കെ കാണിക്കാനുള്ള ചിന്ത ഒന്നും ഇല്ലാതെ സമയം അറിയണം. ആരെങ്കിലും സമയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ ചോദിക്കില്ലേ വാച്ചൊന്നും കെട്ടിയിട്ടുണ്ടാവില്ല, എത്രയും സമയം നിൽക്കും. നമ്മൾ പറഞ്ഞു എത്രയായി 8:30. അപ്പോൾ അയാൾക്കൊരു ഉപകാരം, അയാളെന്തോ ലക്ഷ്യത്തിന് വേണ്ടി ചോദിച്ചതാണ്. അയാൾക്ക് വണ്ടിൻ്റെയോ അല്ലെങ്കിൽ അയാൾക്ക് പോകാനോ ഒക്കെ ആൾക്ക് ഉപകാരം ചെയ്ത് കൊടുക്കാണ്. നമ്മൾ വാച്ച് കെട്ടിയോണ്ടല്ലേ. അതുകൊണ്ട് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ കെട്ടണം. വൈ കെട്ടൂല നിങ്ങൾ ഉണ്ടോ? ഇങ്ങോട്ട് ഇതായില്ലല്ലേ? അതാ പറഞ്ഞ സാബിക്കൂനൊക്കെ ആണെ കുറച്ച്. അതാ ഞാൻ പറഞ്ഞത് വലത്തെ കൈമ വാച്ച് കെട്ടിയാൽ ആൾക്കാർ നോക്കലുമില്ല. നമ്മളൊക്കെ വലത്തെ കൈമേലല്ല കെട്ടല്. ആൾക്കാർക്ക് എടുത്തും വലത്തൊന്നും ഇപ്പോ എടുത്തും വലത്ത് തന്നെ തിരിഞ്ഞില്ല ആൾക്കാർ. നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? സാധാരണ മുസാഫാക്കൊക്കെ സലാം കൊടുക്കലൊക്കെ വലത്ത് ഭാഗത്ത് നിന്നാണ് ചെയ്യല്. മനസ്സിലായില്ലേ? മലയാളികളിൽ ഒരു ചെറിയ അബദ്ധമുണ്ട്. എന്താണ് പറഞ്ഞാൽ പിന്നെ ഒരാൾക്കറിയാം ഞാനും വരും, നമ്മൾ 3 ആൾ നിൽക്കുകയാണെങ്കിൽ ചില ആൾക്കാർ ഒന്ന് അസ്സലാമു അലൈക്കും എനിക്ക് തന്നിട്ട് പോയിക്കോളും. അതൊരിക്കലും ചെയ്യരുതിട്ടോ. വിദേശ രാജ്യത്ത് പോയ ആൾക്കാർ ആരും അങ്ങനെ ചെയ്യൂല. സൗദി അറേബ്യ പോയ ആളാരും ചെയ്യില്ല. കാരണം സൗദി അറേബ്യയിൽ അങ്ങനെ ചെയ്താൽ അപ്പം കിട്ടും പണി. കാരണം അറബികൾ ആരും ഒരു പരിചയമില്ലെങ്കിൽ എല്ലാവർക്കും ഒരു 3 ആളുണ്ടെങ്കിൽ ആ 3 ആൾക്കും കൈ കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. ഇവിടെ ഇന്നലെയും മിനിയാന്നും കൂടി എനിക്ക് അനുഭവമുണ്ട്. ഞാനും ഒരാൾ വേറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളും ആലിമാണ്, പക്ഷെ എന്നെ അയാൾക്ക് അറിയുള്ളൂ. പക്ഷെ അയാൾ ആലിമിന്റെ കോലത്തിൽ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അസ്സലാമു അലൈക്കും എന്ന ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ പറയലാണ്, ഒരു മോശമല്ലേ ഇത്, ഒരു കയ്യാ കൂടി കൊടുത്താലെന്ന് പറഞ്ഞ്. അതുകൊണ്ട് പോയി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പരിചയമില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഒരാൾ അയാൾ അളിയനെ അയാളെ ജ്യേഷ്ഠ മൂത്താപ്പന്റെ മോനൊക്കെ ആയിട്ട് നമുക്കൊരാളെ മാത്രമേ ഉള്ളൂ. എന്നാലും എല്ലാവർക്കും അറബികൾ എന്താ ചെയ്യാറുണ്ട്, നമ്മളെ അറിയുന്ന ആള് ഇടത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരാ വലത്തുനിന്ന് കൊടുത്ത് അവർക്ക് പരിചയമില്ലാത്ത ആൾക്ക് കൊടുത്ത് വന്ന് കഴിഞ്ഞിട്ടേ ആർക്ക് തരുള്ളൂ. അയാൾ ആരാണോ ലക്ഷ്യമാക്കിയത് അയാൾ എത്തുമ്പോൾ അയാൾക്ക് കൊടുക്കുള്ളൂ. അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമുക്ക് അതൊന്നും അറിയില്ല. കാരണം നമ്മൾ ഈ നാട്ടിലല്ലേ ജനിച്ചത്. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളായി നമ്മൾ ബാക്കിയുള്ളവർക്ക് പിന്നെ അങ്ങനെ തലാൻ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഈ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം. അതൊരു മോശമായ കാര്യമാണ്. ഏത് ഒരു 2-3 ആൾ നിൽക്കുമ്പോൾ ഒരാൾക്ക് മാത്രം കൈയെടുത്ത് പോകാറുണ്ടാൽ അയാൾ ചിലപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ആളും നമ്മളെ പരിചയമുള്ള ആളൊക്കെ ആയിരിക്കാം. പക്ഷെ എല്ലാവർക്കും ഒരു അസ്സലാമു അലൈക്കും കൊടുക്കുക. വർത്താനം ആരോട് മാത്രം പറഞ്ഞാൽ മതി, അദ്ദേഹത്തിനോട് മാത്രം പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കൊന്നും വേണ്ട, മറ്റുള്ള ഇടങ്ങാറാക്കൊന്നും വേണ്ടല്ലോ. പറ്റെങ്കിൽ അയാളെ പേര്, അയാളെ സ്ഥലം, കാര്യങ്ങളൊക്കെ ചോദിക്കലും. എന്താണ് ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളെ പേര്, അയാളെ സ്ഥലം, അയാളെന്താ ചെയ്യുന്നത് ഒക്കെ ചോദിക്കാം. ഇത് ജസ്റ്റ് ഒരു വേറെ ആവശ്യത്തിനല്ല, ഒരു പരിചയപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മറക്കരുത്. ഇത് വളരെ ഉമൂമിയായി നടന്നുകൊടുക്കണം, പൊതുവായി നടന്നുകൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമ്മൾ അസ്സലാമു അലൈക്കും പറയും, അയാൾക്ക് മാത്രം കൈ കൊടുക്കും, എന്നിട്ട് ആൾ പോകും. അത് ചെയ്യരുത്. അതേപോലെ തന്നെ വാച്ച് വലത്തെ കയ്യിൽ കിട്ടി. നമ്മളാണ് ഈ സംസ്കാരം മാറ്റിക്കൊണ്ടേണ്ടത്. നമ്മളെ നോട്ടം വലത്തെ കയ്യിലാവണം. നന്മയായ കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഇടങ്ങേറ് ഇങ്ങനെ ഒരു കൈക്ക് ഒരു ബാലൻസ് പ്രശ്നം ഉണ്ടാവും. ഇപ്പം എനിക്ക് അടുത്ത കൈമ കെട്ടിയാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഏത് ഒരു കനം തൂങ്ങണ മൈരി, ഒരു ഇടങ്ങേറുള്ള മൈരൊക്കെ ഉണ്ടാവും. കറക്റ്റ് വലത്തെ കൈമേലായാലായി
നമുക്ക് പ്രശ്നം. അത് കുറച്ച് ദിവസം ഉണ്ടാവും. ഈ തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടുക്കലുണ്ടല്ലോ, തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉടുക്കണേ. ഇപ്പൊ പാൻ്റായതുകൊണ്ട് കഴിച്ചിലായി എന്നാണ് പറഞ്ഞത് ആസിഫൊക്കെ. അതുകൊണ്ട് തുണി അങ്ങനെ ഉടുക്കാം. അപ്പൊ ഇങ്ങോട്ട് ഉടുക്കണമെങ്കിൽ കുറച്ചൊരിടങ്ങേരുണ്ടാവും, കുറച്ച് കാലം. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിക്കോളും. അത് ചാലിക്കും നന്മകൾ ചെയ്യും, അല്ലാതെ നന്മ കേട്ടുപോയിട്ട് കാര്യമില്ല. അതാണ് അസ്ഹാബുൽ യമീൻ ആണ്. അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. വലതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത് അവരെ പറ്റി? ആരാണ് ഈ ആൾക്കാർ? അസ്ഹാബുൽ യമീൻ ആരാണ്? ആകെ 2 ടീമേ ഉള്ളൂ സ്വർഗത്തില്. ഒന്നാരാണ്? ഒന്ന് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, രണ്ടാമത്തേത് അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ യമീനിൽ എല്ലാവരും പെടും, സ്വർഗവാസികളായ എല്ലാവരും പെടും. ഇനി നരകത്ത് പോയിട്ട് എവിടേക്ക് വരും? സ്വർഗത്ത് വരണ ഓരോ എന്തിലാണ്? അത് ഫുള്ള് ടോട്ടലി എല്ലാവരും. ഇനി ഇതല്ലാതെ വേറെ ഇനി എന്തില്ല, വേറെ ഇല്ല. അതുകൊണ്ട് അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. പിന്നെ ഓർക്കുള്ള സാധനങ്ങൾ പറയാണ് ഫീ സിദ്രിൻ മഖ്ലൂദിൻ വതൽഇൻ മൻലൂദ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴവർഗ്ഗങ്ങളെ പറ്റിയൊക്കെയാണ് അവിടെയും പറയുന്നത്. ഓർക്കുണ്ടത് സിദ്ർ എന്ന് പറഞ്ഞാൽ എലന്തക്കായല്ലേ, എലന്തപ്പഴം, അത് സിദ്ർ. മഖ്ലൂദ് പറഞ്ഞാൽ മുള്ളില്ലാത്ത എലന്തപ്പഴം. ഇവിടുത്തെ എലന്തപ്പഴമൊക്കെ ചെറുതാണ്, സ്വർഗത്തിലത്തെ വലുതാണ് എന്നാണ് തഫ്സീറിലുള്ളത്. എന്ന് വെച്ചാൽ ഇവിടുത്തത് പോലെയല്ല. പിന്നെ വതൽഹിൻ മൻലൂദ്, തൽഹ് എന്ന് പറഞ്ഞാൽ വാഴപ്പഴം. മനസ്സിലായില്ലേ? നമുക്ക് ഒരു പഴത്തിന്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടല്ലേ, പേരതിന് പഴയെന്നുണ്ടെങ്കിലും നമ്മളതിന് പഴമായിട്ട് തന്നെ കൂട്ടല്ല. അവിടെയൊക്കെ മൂലയിലുണ്ടാവും, കുത്തിങ്ങനെ വെച്ചിന് ആരും എടുത്തു നിന്നാലും കൂടി ആളുണ്ടാവില്ല. നമുക്ക് ചടച്ച സാധനമാണെന്ത് പഴം. പക്ഷെ അള്ളാഹു പറയാണ് വതൽഹിൻ മൻലൂദ്, പടലകളായിട്ടുള്ള വാഴപ്പഴം. ഞാൻ അങ്ങനെ പഴവർഗ്ഗങ്ങളെ പറ്റി പറഞ്ഞു പോവാണ്. ആർക്കും വേണ്ടിയില്ലേ? അസ്ഹാബുൽ യമീൻ. മനസ്സിലായില്ല? അസ്ഹാബുൽ യമീൻ മോശമൊന്നുമല്ല വഴി, എങ്ങനെങ്കിലും എത്തിക്കിട്ടണ്ടേ. പിന്നെ ദുനിയാവിലെ പോലത്തെ ടെൻഷൻ ഉണ്ടാവില്ല എവിടെ? സ്വർഗത്തിൽ. ഫ്ലൈറ്റിലൊക്കെ ഇടങ്ങാറാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഫസ്റ്റ് ക്ലാസ്സൊക്കെ മതിയെങ്കിൽ, ട്രെയിനിലൊക്കെ സീറ്റ് ഇട്ടാഞ്ഞാൽ വല്ല എന്തിലായ മതിയനെ. ഇപ്പൊ ഈ നല്ല ഇതിലൊക്കെ നമ്മൾ പോകുമ്പം ചൂട് സമയത്ത് ഡൽഹിക്കൊക്കെ പോവുകയാണെങ്കിൽ സാധാ സ്ലീപ്പർ കോച്ചിൽ കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പെരും ചൂട് എ സിയിലുണ്ടെങ്കിൽ അവിടെ കുറച്ചേരം ഇരുന്നാൽ തന്നെ ഭയങ്കരത്തേക്കും. അപ്പോഴാണ് എ സിന്റെ സുഖം മനസ്സിലാ. സ്വർഗത്തിലെത്തിയ പിന്നെ ഇങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. കാരണം മറ്റുള്ളേറ്റ് നമ്മൾക്കൊന്നും എന്തുണ്ടാവില്ല, ബന്ധമുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല. എന്തായാലും സ്വർഗത്തിൽ എവിടെങ്കിലും എത്തണം. മറ്റേന് ജസാം ബിമാക്കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമായിട്ടാണ് കൊടുക്കണേ. അപ്പോൾ ആ പ്രവൃത്തി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എപ്പോഴും അള്ളാഹിനോട് ഏറ്റവും ഉയർന്ന തന്നെ ചോദിക്കുക. ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ്. നമ്മളെ ജീവിതത്തിനെ നമ്മൾ അമലുകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടെടുക്കുക. നമുക്ക് ഉറപ്പായിട്ടും ഹക്കാണ്. നമ്മൾ ഇവിടുന്ന് പോലോട് കൂടി അനുഭവിക്കാനുള്ളതാണ് ഇതൊന്നും ഒരു സങ്കല്പമല്ല കേട്ടോ, ഇത് പക്ക സത്യമാണ്. ഇവിടൊക്കെ ഇങ്ങനത്തെ ഒരു വീടോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടാണെങ്കിൽ എത്ര മെനക്കെടണം. നമ്മൾ വിചാരിച്ചപ്പോൾ ചൂടുവെള്ളം കിട്ടണമെങ്കിൽ, നമ്മൾ വിചാരിച്ചപ്പോൾ ഇതുണ്ടാണെങ്കിൽ, കൈ കാണിക്കുമ്പോൾ അത് വരണമെങ്കിൽ, ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടെക്നോളജി ആധുനിക കാലഘട്ടത്തിലുണ്ട്. പക്ഷെ അതൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം, ഒരുപാട് പൈസ വേണം. പക്ഷേ സ്വർഗത്തിലത്തെ അള്ളാഹു അമൽ ചെയ്താൽ തരാൻ പറയാം. അമൽ ചെയ്യാൻ ആകെ കുറഞ്ഞ കാലം ചെയ്താൽ മതി. ഇപ്പൊ ഒരു 50 വയസ്സുള്ള ആൾക്ക് ഇനി മാക്സിമം ചെയ്യാൻ എത്ര കൊല്ലം ചെയ്യണം? ഒരു 20 കൊല്ലോ 30 കൊല്ലോ ഒക്കെ ചെയ്താൽ മതി. 30 കൊല്ലം ഒന്നും ചെയ്യേണ്ടില്ല, കാരണം അപ്പത്തിന് വയസ്സൊക്കെ ആയി. ആകെ കുറഞ്ഞ കൊല്ലം മെനക്കെട്ടാൽ മതി, കുറഞ്ഞ കൊല്ലം മെനക്കെട്ടാൽ മതി. പക്ഷെ ശൈത്താൻ സമ്മതിക്കൂല. കാരണം ശൈത്താനെന്ന് അറിയത് കറക്റ്റ് ഇവന്മാരൊന്നും അങ്ങനായിട്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ട് കുറെ കൊല്ലം പോയി അതിന് തൗബീ ഇസ്തിഗ്ഫാർ ചെയ്യാം. ഇനി കുറച്ച് കൊല്ലം ഇബാദത്തിൽ അമലുകളിലായി സൂക്ഷ്മതയിലായി ജീവിതത്തിന്റെ തിരുത്തലുകളിലായിട്ട് കഴിഞ്ഞിടുക. ഇപ്പൊ 50 വയസ്സായില്ലെങ്കിൽ 60, 70, 80 കിട്ടുകയാണെങ്കിലും എന്തിലേക്കുണ്ടാകുക? വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളിലേക്കുണ്ടാകുക. അപ്പോൾ ഒക്കെ അള്ളാഹു തആല എന്താക്കും? വാർദ്ധക്യമുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ ആൾക്കാരെന്നെ വിടുന്നുണ്ട്. വയസ്സായാളാണ് ഒരു വണ്ടി ഓട്ടി പോകണേ പോലീസുകാരൻ കണ്ടാൽ തന്നെ തിരിക്കും. കാരണം ആ കാക്ക പോയിക്കോട്ടെ വിചാരിച്ചു. ആണല്ലേ? കാരണം ഇവിടുത്തെ ആൾക്കാർ തന്നെ വിടുക, വയസ്സായ ആളാണ് ആ കാക്ക അറിയാൻ പോയിക്കോട്ടെ. പിന്നെ അള്ളാഹും അവന്റെ മലക്കുകളും വിടാതെക്കോ. അപ്പൊ ആകെ എത്ര കൊല്ലുള്ളൂ ആയി?
ഇങ്ങനെ പറഞ്ഞാലും ആൾക്കാർക്ക് ദേഷ്യം പിടിക്കും. കാരണം ഇവിടെ 50 കൊല്ലത്തെ പ്രോഗ്രാം ഇട്ടിക്കാണ് ആര്, 60 വയസ്സായ ആള്. പിന്നെ അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ കുറഞ്ഞ കാലം മെനക്കെട്ടാൽ മതി. മെനക്കെടൂല്ല ഇൻഷാ അല്ലാഹ്. അടിയിൽ അണ്ടർലൈൻറ്റ് കേൾക്കേണ്ട വാക്കാണത്. ജസാംബിമ കാനയാമലു. എന്താ അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമെന്ന നിലയിൽ കൊടുക്കണം. ഔദാര്യം വേറെ ഉണ്ടാവും. പോണ്ടേ? അടുത്ത അസ്ഹാബുൽ യമീനാണ്. അതിലെല്ലാവരും പെടും. നരകത്ത് കടന്നിട്ട് സ്വർഗത്ത് പോകും. നരകത്തിലൊരിക്കലും ശിക്ഷിക്കാനിടല്ല അയാളെ. നരകത്തിൽ എന്തിനാണ്? ശിക്ഷിക്കാനിടല്ല. പിന്നെ എന്തിനാണ്? അയാളുടെ ആ പാവൊക്കെ ഒന്ന് കളയും. ചില തുരുമ്പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതെന്താക്കും? തങ്കം ചെയ്യല്. അതന്നെ, സ്വർണം തങ്കം ചെയ്യും. ഇരുമ്പിനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ചൂടാക്കി കൊടുത്താൽ അതിന്റെ തുരുമ്പൊക്കെ ഒന്ന് പോവും എന്നൊക്കെ. കത്തിയൊക്കെ കണ്ടില്ലേ? അത് കരിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല കത്തി എവിടെ വെക്കണത്. എവിടെ വെക്കണത്? വൈ ആ ഉലയിൽ വെക്കണത്. ഇരുമ്പൊക്കെ ഉലയിൽ വെച്ചിട്ട് നല്ല ചുവന്ന കളറായിട്ട് അടിച്ചിട്ട് ശരിയാക്കലുണ്ടല്ലോ. ഒരിക്കലും അതിനെ നശിപ്പിക്കാനല്ലത്. പിന്നെന്തിനാണ്? അതിന്റെ തുരുമ്പൊക്കെ കളഞ്ഞ് അതിനെ റെഡിയാക്കാനാണ്. ഇതേപോലെ നരകത്തിൽ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ കിബിർ കുയിന്ത്. സ്വർഗത്തിൽ എന്ത് പോവില്ല? കിബിറുള്ള ആളെ കയറ്റാൻ പറ്റൂല. അതിനടുത്ത് അയാൾ സ്വർഗത്ത് കയറൂല എന്നല്ല, അയാളെ നേരെ വേ അയക്കും. എവിടേക്ക്? അയച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് കയറ്റി വിടും. മനസ്സിലായില്ലേ? ഇവിടെ സ്വർണം വിൽക്കാൻ കൊണ്ടായാലുണ്ടാവും ഒരു എന്ത് ചെയ്യല്? ഒന്ന് ചൂടാക്കും. അങ്ങനെ ഇത് വെച്ച് അതെന്തിനാണ്? എന്നിട്ട് അങ്ങനെ കൊട്ടുവരും. കൊട്ടുമ്പോൾ എന്താവും? ആ ചലയൊക്കെ അങ്ങനെ കൊയിഞ്ഞാടി പോകുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ചലയൊക്കെ ക്ലീൻ ചെയ്യാൻ. ഇതേപോലെ നരകവാസികളെ അല്ല സ്വർഗവാസികളുടെ അടുക്ക് മറ്റൊന്ന് ഒന്ന് അയച്ചു കൊടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ കയറ്റി വിടും. എവിടേക്ക്? സ്വർഗത്തിലേക്ക്. അസ്ഹാബുൽ യമീൻ ടീം ഓരാണ്. ഓർക്കുള്ളതാണ് മാഷാ അല്ലാഹ് ഇനി വരാനുള്ളത്. അടുത്ത ആഴ്ച നോക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. يا أحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين. يا ذا الجلال والإكرام. يا ذا الجلال والإكرام. يا ذا الجلال والإكرام. يا أرحم الراحمين. أنت رب السماوات والأرض. أنت ولينا في الدنيا والآخرة. يا أرحم الراحمين. ظلمنا أنفسنا ظلما كثيرا كبيرا ولا يغفر الذنوب إلا أنت يا رب العالمين. فاغفر لنا جميع ذنوبنا. فاغفر لنا جميع ذنوبنا. فاغفر لنا جميع ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم توفنا مع الأبرار. اللهم أحينا مسلمين وتوفين وألحقنا بالصالحين. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديننا ودنيانا وأهلنا ومالنا. اللهم استر عوراتنا وآمن روعاتنا. اللهم احفظنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ونعوذ بعظمتك أن نغتال من تحتنا. اللهم اجعل سريرتنا خيرا من علانيتنا واجعل علانيتنا صالحا. اللهم اجعل سريرتنا خيرا من علانيتنا واجعل علانيتنا صالحا. يا حي يا قيوم برحمتك نستغيث. أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ولا تكلنا إلى أنفسنا طرفة عين. اللهم لا تكلنا إلى أنفسنا طرفة عين. يا أرحم الراحمين. يا أرحم الراحمين. കരഞ്ഞ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യവാനായ റബ്ബായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നിരുപാധികം മാപ്പാക്കി തരണേ പടച്ചവൻ. ഞങ്ങളെല്ലാവരെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയല്ലോ പടച്ചവൻ. ഞങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നിന്റെ അടുക്കൽ പരസ്യമാണല്ലോ. ഞങ്ങളുടെ മനസ്സിന്റെ ചിന്താഗതികൾ, ഞങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം നിനക്കറിയല്ലോ പടച്ചവനെ. അല്ലാഹുവേ, നിരുപാധികം മാപ്പ് തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. എത്രയോ വൻപാപങ്ങൾ ചെയ്തു പോയി പടച്ചു. അല്ലാഹുവേ, നീ നിരുപാധികം മാപ്പ് തരണേ അല്ലാ. ഞങ്ങളൊരു തൗബയായി അംഗീകരിക്കണേ അല്ലാ.
ജീവിതം നന്നാക്കി തരണേ അല്ലാ. പടച്ചവനെ നന്നാവാൻ തൗഫീഖ് തരണേ പടച്ചവനെ. യാ അല്ലാ നന്നാവാൻ തൗഫീഖ് തരണേ പടച്ചവനെ. അല്ലാഹു നന്നാവാൻ ഞങ്ങൾക്ക് അതിയായ കൊതിയും ആഗ്രഹമൊക്കെ ഉണ്ട് പടച്ചു. പക്ഷെ സാഹചര്യങ്ങളിൽ എത്തിപ്പെടുമ്പോൾ വീണ്ടും തിന്മകളിലും അശ്രദ്ധകളിലും ഗഫലത്തിലായി പോവാണ് പടച്ചവൻ. അല്ലാഹുവേ ഒരുപാട് ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് പടച്ചവനെ. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പടച്ചവനെ നന്നാവാനും ഞങ്ങളെ നമസ്കാരങ്ങളെ നന്നാക്കാനും. പക്ഷെ ഒന്നും കഴിയില്ലല്ലോ പടച്ചവനെ. ഞങ്ങളെ ശൈത്താനും നഫ്സൊക്കെ വരിഞ്ഞു മുറുക്കിയിരിക്കാൻ. നഫ്സിന്റെ ശൈത്താന്റെ എല്ലാ ചതിക്കുഴികളിൽ നിന്നും നിന്റെ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ പടച്ചവൻ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല പടച്ചവനെ. യാ അല്ലാഹ് നിന്റെ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹു നിന്റെ ഒരു പ്രത്യേകമായ നോട്ടം ഞങ്ങളിൽ ഉണ്ടാവണേ പടച്ചവനെ. യാ അല്ലാഹ് നിന്റെ സാലിഹീങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ തിന്മകളിൽ നിന്ന് നീ ഞങ്ങളെ സൂക്ഷിക്കണേ പടച്ചവൻ. അല്ലാഹുവെ തിന്മകൾ വെറുപ്പുള്ളതാക്കി തരണേ പടച്ചവൻ. ഹറാമുകൾ വെറുപ്പുള്ളതാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവെ പടച്ചവനെ ജീവിതങ്ങളെ തഖ്വയിലും ഇഖ്ലാസിലും ആക്കി തരണേ പടച്ചവനെ. ഒരു മുഅ്മിൻ എന്തെല്ലാം സിഫാത്തുകൾ ഗുണങ്ങൾ വേണോ അതൊക്കെ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഒരു മുഅ്മിൻ എന്തെല്ലാം സിഫാത്തുകൾ വേണോ അതൊക്കെ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. അല്ലാഹുവെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും നൽകണേ അല്ലാ. അവരെല്ലാ കാര്യങ്ങളിലും ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ പടച്ചവൻ. മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ വല്യാപ്പന്മാർ, വല്യമ്മമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഭാര്യമാർ, മക്കൾ, അയൽവാസികൾ, ഉസ്താദുമാർ, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ ഒരുപാട് ആളുകൾ ഖബറുകളിലാണല്ലോ പടച്ചവൻ. അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കണേ പടച്ചവൻ. എല്ലാവർക്കും പുറത്തു കൊടുക്കണേ പടച്ചവൻ. അവർക്കെല്ലാവരുടെയും ഖബറുകളെ നീ സ്വർഗ പൂങ്കാവനമാക്കണേ പടച്ചവൻ. സ്വർഗത്തിന്റെ വിരിപ്പുകൾ നീ വിരിച്ചു കൊടുക്കണേ പടച്ചവൻ. അള്ളാഹു ജീവിച്ചിരുന്ന കാലത്തൊക്കെ അവർ ഞങ്ങളെ പോറ്റാനുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു പടച്ചവൻ. അവരെ സ്വന്തം ആഖിറത്തിനെ പറ്റി ചിന്തിക്കാനും കൂടി നേരം കിട്ടിയില്ല. അല്ലെങ്കിൽ ആ കാര്യം അവർക്ക് അറിയാതെ പോയി. പടച്ചവനെ അല്ലാഹ് അവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറുകളെ സ്വർഗപ്പൂങ്കാവനമാക്കണേ പടച്ചവൻ. ജീവിച്ചിരിക്കണ ഞങ്ങൾക്കെങ്കിലും ഒരു ബോധം തരണേ പടച്ചവൻ. സ്വന്തത്തിനു വേണ്ടി ഒരുങ്ങണം എന്നുള്ളൊരു ചിന്ത തരണേ പടച്ചവൻ. യാ അല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് എന്ന് നീ ഖുർആനിൽ പറഞ്ഞല്ലോ പടച്ചവൻ. നാളത്തേക്ക് വേണ്ടി എന്താ നിങ്ങൾ സമ്പാദിച്ചത്, അതുകൊണ്ട് നിങ്ങൾ തഖ്വ ചെയ്തോളി എന്ന് നീ പറയുന്നുണ്ടല്ലോ പടച്ചവൻ. അതുകൊണ്ട് ഒരുങ്ങാൻ തൗഫീഖ് തരണേ പടച്ചവൻ. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അത് കുറഞ്ഞാണെങ്കിലും ഞങ്ങളെയും കൂടി അതിൽ കയറ്റി വിടണേ പടച്ചവൻ. യാ അല്ലാഹ് ഉയർന്ന സ്വർഗം തരണേ പടച്ചവൻ. സ്വർഗം ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, എന്നാലും ഞങ്ങളെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഏറ്റവും ഉയർന്ന സ്വർഗം ഔദാര്യവാനായ നിന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചവൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസിൽ ഇടം തരണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ ഭാര്യ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, സഹോദരിമാർ, അവരെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ മക്കളെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും പുറത്തു കൊടുക്കണേ പടച്ചവൻ. പേരക്കുട്ടികൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവൻ. അവർക്കൊക്കെ ഖൈറ് നൽകണേ പടച്ചവനെ. അവരൊക്കെ ഖൈറ് നൽകണേ പടച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളെ ഉമ്മന്റെ കുടുംബക്കാർ, ഉപ്പാന്റെ കുടുംബക്കാർ, ഭാര്യന്റെ കുടുംബക്കാർ, കെട്ടുബന്ധങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളെ കൂട്ടുകാർ, സ്നേഹിച്ചവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണേ പടച്ചവൻ. എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളിലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആജിലായ മുസ്തമിറ ശിഫ തരണേ പഠിച്ചു. ശാരീരികമായ ആരോഗ്യം ആഫിയത്തും തരണേ പഠിച്ചു. ആഫിയത്ത് തരണേ പഠിച്ചു. മനസ്സിന്റെ എല്ലാ ദുശ്ചിന്തകളിൽ നിന്ന് കാക്കണേ പഠിച്ചു. ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ പഠിച്ചു. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിന് സമാധാനം സ്വസ്ഥതയും തരണേ പഠിച്ചു. റാഹത്ത് തരണേ പഠിച്ചു. നിന്റെ ഓർമ്മയിൽ കഴിയുന്ന മനസ്സ് തരണേ പഠിച്ചു. നിന്റെ ദിക്റിനെ നീ ഞങ്ങളെ സഹായിക്കണേ പഠിച്ചു. അല്ലാഹുവെ കടങ്ങളിൽ കുടുങ്ങിയവരെ കടങ്ങളെ വീട്ടണേ അല്ല. എത്രയോ ആൾക്കാർ ചെന്ന് ചാടി 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 ഓരോ കടങ്ങളിൽപ്പെട്ട് വലിയ കടക്കാരായി. പടച്ചവൻ അവർക്കൊക്കെ നീ കടങ്ങൾ വീട്ടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണേ പടച്ചവൻ. രോഗികൾക്ക് നീ ശിഫ നൽകണേ പടച്ചവൻ. ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പടച്ചവൻ. എത്രയോ ആൾക്കാർ ഓപ്പറേഷനും മറ്റൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലുകളിലാണ്. കുറെ ആളുകൾ ഓപ്പറേഷന് വിധേയരാവാൻ വേണ്ടി നിൽക്കുകയാണ്. പടച്ചവൻ അവർക്കൊക്കെ നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ അല്ല. പടച്ചവനെ ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ പടച്ചവൻ. ഷർറിന്റെ എല്ലാ വാതിലുകളും നീ കൊട്ടി അടക്കണേ പടച്ചവൻ.
അള്ളാഹുവെ വിവാഹപ്രായമായ യുവാക്കൾ, യുവതികൾ, വിധവകൾ അവർക്കൊക്കെ അനുയോജ്യമായ നല്ല ഇണകളെയും നല്ല ബന്ധങ്ങളെയും നീ നസീബാക്കണേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ പടച്ചു. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ പടച്ചവൻ. ജീവിതോപാധിക്ക് വഴിയില്ലാത്തവർക്ക് വഴി തുറന്നു കൊടുക്കണേ പടച്ചു. ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ, വിഷമങ്ങളുണ്ടോ, നിന്റെ ഔദാര്യം കൊണ്ട് അതൊക്കെ നീ ഞങ്ങൾക്ക് സന്തോഷങ്ങളാക്കി മാറ്റിത്തരണേ പടച്ചവൻ. സന്തോഷങ്ങളാക്കി മാറ്റിത്തരണേ പടച്ചവൻ. ഞങ്ങളെ ദുആകളെ നീ കബൂലാക്കണേ പടച്ചു. ഈ മസ്ജിദിനെ കബൂലാക്കണേ. ഇതിന് സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളും എന്തെല്ലാം ആരെല്ലാം ചെലവാക്കിക്കൊണ്ടിരിക്കണ്ടോ എല്ലാം നിനക്കറിയല്ലോ പടച്ചവനെ. അവരുടെ ഇഖ്ലാസുള്ള അമലുകളായി നീ സ്വീകരിക്കണേ പടച്ചവനെ. ഒരാഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാക്കണേ പടച്ചവൻ. ദുനിയാവിലും അതിന്റെ ഖൈർ ബറക്കാത്തുകൾ അവർക്ക് നീ നൽകണേ പടച്ചവൻ. ഇതിന്റെ ഹക്കിൽ നീ ഞങ്ങളെല്ലാവരെയും മഖ്ബൂലീങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മരണശേഷവും സമുദ്രങ്ങളിലേക്ക് നദികൾ ഒഴുകുന്നത് പോലെ അമലുകൾ ഒഴുകി വരുന്ന നല്ലൊരു വഴിയായി ഇതിനെ നീ ഞങ്ങൾക്ക് ആക്കിത്തരണേ പടച്ചവൻ. യാ അല്ലാഹ് മുഖ്ലിസീങ്ങളെ കൊണ്ട് ഇതിനെ നീ ആബാദാക്കണേ പടച്ചവൻ. യാ അല്ലാഹ് ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ മസ്ജിദുകളെയും നീ കബൂലാക്കണേ പടച്ചവൻ. എല്ലാ ആൾക്കാരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നീ ഉണ്ടാക്കണേ പടച്ചവനെ. യാ അല്ലാഹ് സമാധാനത്തിന്റെ ജീവിതം തരണേ പടച്ചവനെ. യാ അല്ലാഹ് എല്ലാവരും ഒരുമയിൽ, സ്നേഹത്തിൽ, മഹബ്ബത്തിൽ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കണേ പടച്ചവനെ. നാട്ടിൽ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും തരണേ പടച്ചവനെ. യാ അല്ലാഹ് ധിക്കാരികൾ, അഹങ്കാരികൾ, അക്രമകാരികൾ അവർക്ക് നീ പടച്ചവനെ ഒരു ഹിദായത്ത് നൽകണേ അല്ലാഹ്. അവർ നീ സാലിഹീങ്ങളും സച്ചരിതരുമാക്കണേ പടച്ചവൻ. നിന്റെ ഇൽമിൽ അവർക്ക് ഹിദായത്ത് ഇല്ലെങ്കിൽ പടച്ചവൻ അവരെ ശർറിൽ നിന്ന് മുസ്ലിമീങ്ങളെയും മനുഷ്യരെയും നീ കാക്കണേ പടച്ചവനെ. മുസ്ലിം പ്രദേശങ്ങളെ നീ സംരക്ഷിക്കണേ പടച്ചവൻ. പ്രയാസങ്ങളിൽ കണ്ണീരുകളിൽ കഴിയുന്നവരുടെ കണ്ണീരുകൾ നീ ഒപ്പണേ പടച്ചവനെ. അവർക്കതിനേക്കാൾ നഷ്ടപ്പെട്ടതിനേക്കാൾ നീ അമൽ ബദിൽ ഖൈറായതിന് നീ പകരം നൽകണേ പടച്ചവനെ. യാ അല്ലാഹ് മരണപ്പെട്ടുപോയവർക്ക് ഷഹാദത്തിന്റെ കൂലി നൽകണേ പടച്ചവൻ. യാ അല്ലാഹ് പടച്ചവനെ വേദനകൾ കഴിയുന്ന സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ പടച്ചവനെ അവർക്കൊക്കെ അഭയം നൽകു പടച്ചവനെ. സ്വസ്ഥത നൽകു പടച്ചവനെ. അധികാരികളുടെ ഹൃദയങ്ങൾക്ക് നീ പടച്ചവനെ മനുഷ്യരോട് കരുണ കാണിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ പടച്ചവനെ. യാ അല്ലാഹ് ലോകത്ത് സമാധാനം ഉണ്ടാക്കണേ പടച്ചവൻ. ലോകത്ത് ഹിദായത്തിനെ ആമാക്കണേ പടച്ചവനെ. ഞങ്ങളെ ദുആകളെ ഖബൂലാക്കണേ അല്ലാഹ്. قبولاكنا يا الله قبولاكنا يا الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك.